ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ കോറിയിടുകയാണ്. അത് മറന്നു പോകരുത്. പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളിലും വെച്ച് ക്രിസ്തു പരിജ്ഞാനം എന്ന് പറയുന്ന മഹത്തായിരിക്കുന്നൊരു പ്രമേയം ഉൾക്കൊള്ളുന്നൊരു വാക്യമാണ് 3-ന്റെ 8-ാമത് വാക്യം. പലയിടങ്ങളിലും പരിജ്ഞാനം എന്ന് പറയുന്ന വിവിധ വിഷയങ്ങളുണ്ട്. പക്ഷേ ക്രിസ്തു പരിജ്ഞാനം പത്രോസിൻ്റെ ലേഖനത്തിൽ പലയിടത്ത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്ര ഭംഗിയായ ഒരാവിഷ്കാരം ഈ 3-ന്റെ 8-ാമത് വാക്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ക്രിസ്തു പരിജ്ഞാനം എന്ന വിഷയത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് ധ്യാനിക്കുവാൻ പ്രാർത്ഥനയോടുകൂടെ, പഠനത്തോടുകൂടെ, പഠന മനോഭാവത്തോടുകൂടെ ആകണം. കഴിയുമെങ്കിൽ വാക്യങ്ങളെയും അതിൻ്റെ ചിന്തകളെയും ഒക്കെ കുറിച്ചെടുക്കുവാൻ ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുകയാണ്. പ്രാരംഭത്തിലെ ചില നിമിഷങ്ങൾ ലേഖനങ്ങളുടെ പ്രസക്തിയെ ഞാൻ ഒന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. ലേഖനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും 2 വിഷയങ്ങളുടെ വിശദീകരണം നമുക്ക് നൽകുകയാണ്. ഒന്ന്, ക്രിസ്തു ആരാണ് എന്നുള്ളതിൻ്റെ ദൈവശാസ്ത്ര വിശകലനമാണ്. ദ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ അബൌട്ട് ക്രൈസ്റ്റ് എന്നുള്ളതാണ് ലേഖനങ്ങളുടെ ആന്തരിക പ്രമേയം. 2 പ്രമേയങ്ങളാണ്. അതിലൊരെണ്ണം ഇതാണ്, ദ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ അബൌട്ട് ക്രൈസ്റ്റ്. ക്രിസ്തുവെന്ന് പറയുന്ന ആളത്വ മഹത്വത്തിൻ്റെ, ഔന്നത്യത്തിൻ്റെ, ക്രിസ്തുവെന്ന ഉത്തുംഗ പ്രതാപത്തിൻ്റെ, വേറെ ആർക്കും തുലനപ്പെടുത്തുവാൻ കഴിയാത്ത വിധം, ആരോടും തുലനപ്പെടുത്താനാവാത്ത വിധം സ്വയസ്ഥിതനായി, സർവശക്തനായി, സർവജ്ഞാനിയായി, സർവവ്യാപിയായി, സർവാധികാരിയായി, മഹത്വമുള്ളവനായി, മഹോന്നതനായി നിലകൊള്ളുന്ന ക്രിസ്തുവിൻ്റെ മഹത്വം അതിശക്തമായി ദൈവശാസ്ത്ര സംബന്ധമായി വിശദമാക്കുന്ന 21 കൃതികളെയാണ് ലേഖനങ്ങൾ എന്ന് പറയുക. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. അതിലെല്ലാം നമുക്ക് കാണാൻ കഴിയുക ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര വിശകലനങ്ങളാണ് എന്ന് നാം അറിയണം. ക്രിസ്തുവിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയും ലേഖനങ്ങളെ ആഴത്തിൽ അപഗ്രഥിച്ചേ പറ്റൂ. ഇനി 2-ാമത്തെ വിഷയം, വാട്ട് ഈസ് ചർച്ച് ആൻഡ് ഹൗ ടു വർക്ക് ഇൻ ദ ചർച്ച്. സഭ എന്താണ്, സഭയിൽ നാം എങ്ങനായിരിക്കണം. ഇതാണ് ലേഖനങ്ങൾ 21 നമുക്ക് നൽകുന്ന അതിപ്രധാനമായ 2-ാമത്തെ പ്രമേയം എന്നറിയണം. സാധാരണ ദൈവമക്കൾ ഈ വസ്തുതകളൊന്നും അറിയാതെയാണ് പഴയ നിയമത്തിൻ്റെ ഏടുകളിൽ തപ്പി ആയുഷ്കാലം മുഴുവനും പഴയ നിയമം മാത്രം പഠിക്കാനും കേൾക്കാനും, അത് കേട്ടെങ്കിൽ 2 സ്തോത്രം ഹല്ലേലൂയയും അന്യഭാഷയുടെ നുറുങ്ങൊക്കെ നമുക്ക് വരികയുള്ളൂ. ദാവീദിൻ്റെ കയ്യിലെ കവണയും, പിന്നെ ശിംശോൻ്റെ കയ്യിലെ പച്ചത്താടിയെല്ലും, ഗോലിയാത്തിൻ്റെ കയ്യിൽ നീളമുള്ള കുന്തത്തടിയും, ഏലിയാവിൻ്റെ കയ്യിലെ വാളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കാത്തിരിപ്പ് യോഗത്തിന് വേറൊരു തരംഗമായി മാറുക. അപ്പോഴും ലേഖനങ്ങൾ എല്ലാം തന്നെ ബൈബിൾ സൊസൈറ്റി ഗിൽറ്റിട്ടപ്പോൾ ഒട്ടി ഇരിക്കുന്നത് ഇന്നും ഇളകാത്ത ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ലേഖനങ്ങളെ ധ്യാനിക്കാറില്ല. ഒറ്റച്ചാട്ടത്തിന് നേരെ പഴയ നിയമം, അതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ മാത്രമാണ്. ഈ ഏലിയാവിൻ്റെ വാളും മറ്റേ കഴുതയുടെ പച്ചത്താടിയെല്ലും ഗോലിയാത്തിൻ്റെ കുന്തവും ദാവീദിൻ്റെ കവണയും ഒക്കെ സ്ഥിരം കേട്ട് നമുക്കിപ്പോൾ വെട്ടാനും എറിയാനും തല്ലാനും കൊല്ലാനും അല്ലാതെ ക്ഷമിക്കാനും സഹിക്കാനും വഹിക്കാനും പൊറുക്കാനും താങ്ങാനും കരുതാനും ഒന്നും നമുക്കറിയാതെയായിരിക്കുന്നു. അതുകൊണ്ട് ലേഖനങ്ങൾ ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രൈസ്തവ മൂല്യങ്ങൾ, യഥാർത്ഥ ക്രൈസ്തവീകതയുടെ അനുഭവങ്ങളെ നേടിയെടുക്കാൻ പറ്റൂ. ലോകം കണ്ട ഏറ്റവും വലിയ ക്ഷമാശീലം, ആളത്വം ക്രിസ്തു തന്നെയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹമൂർത്തി ക്രിസ്തു തന്നെയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധൻ ക്രിസ്തു തന്നെയാണ്. ഇവിടെ ഒട്ടനവധി ആളുകൾ വന്നിട്ടുണ്ട്, ദാർശനിക പ്രബോധകന്മാരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വിശുദ്ധിയുടെ, വിശ്വസ്തതയുടെ, വിനയത്തിൻ്റെ, എളിമയുടെ, താഴ്മയുടെ, സൗമ്യതയുടെ, ശാന്തതയുടെ, ശാലീനതയുടെ, നൈർമല്യതയുടെ, നിഷ്കളങ്കതയുടെ ഒക്കെ സ്വഭാവമുണ്ട് എന്നല്ല, ഈ പറഞ്ഞ സദ്ഗുണങ്ങളുടെ ആളത്വം ക്രിസ്തു മാത്രമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദൈവത്വം, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, ഈ 2 വിശദീകരണങ്ങൾ ലേഖനങ്ങളാണ് ദൈവശാസ്ത്രപരമായി നമുക്ക് നൽകിത്തരിക. ഇനി വിശ്വാസ സമൂഹം അറിയാൻ ഒരു കാര്യം കൂടെ പറയാം. ക്രിസ്തീയ വിശ്വാസം ക്രിസ്തു സമാനമായി പാർത്തലത്തിൽ നയിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ ജീവിക്കുവാൻ, ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ലേഖനങ്ങളെ പഠിച്ചേ പറ്റൂ.
എന്ത് തള്ളണം നമ്മൾ, എന്ത് കൊള്ളണം നമ്മൾ, എന്താകണം നമ്മൾ, എന്തായിക്കൂടാ, ആരോടുകൂടെ ആകാം, ആരോടുകൂടെ ആകരുത്, നമ്മുടെ ഭാഷണം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ദാമ്പത്യം, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ സാമൂഹ്യ ജീവിതം, നമ്മുടെ സഭാജീവിതം എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കരുത് എന്നിത്യാദി വസ്തുതകൾ അക്കമിട്ട് നിരത്തുന്ന വിശിഷ്ട കൃതികളാണ് ലേഖനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി തൻ്റെ ശരീരം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ശരീരത്തിൽ ഉയരുന്നതായിരിക്കുന്ന വിചാര വികാര വിക്ഷോഭങ്ങളുടെ മുമ്പിൽ, ശരീരമുതിർത്തുവിടുന്ന ആസക്തികളുടെ മുമ്പിൽ, തൃഷ്ണകളുടെ മുമ്പിൽ, ആവേഗ നിയോഗങ്ങളുടെ മുൻപിൽ അടിപതറിപ്പോകാതെ കരുത്തോടെ വ്യക്തിത്വം ഒരാണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും മുമ്പിൽ അടിയറവ് വയ്ക്കാതെ, പണയപ്പെടുത്താതെ, അഭിമാനം കളഞ്ഞു കുളിക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ലേഖനങ്ങളുടെ വിശുദ്ധോപദേശം കൂടിയേ തീരൂ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ ലേഖനങ്ങൾ എന്ന് പറയുന്നത് അതിവിശിഷ്ടങ്ങളാണ്. വിശേഷിച്ച് നമ്മുടെ തലമുറകൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഈ യൂത്ത്സ് ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ വീട്ടിലുറങ്ങേണ്ടവൻ ജയിലിൽ ഉറങ്ങേണ്ടി വരുന്നു, വീട്ടിലുറങ്ങേണ്ടവൻ ജയിലിൽ പോകേണ്ടവൻ പോലീസിന് പിടികൊടുക്കാതെ എവിടെയൊക്കെയോ മുങ്ങി നടക്കുന്നു. ആകപ്പാടെ വല്ലാത്തൊരു മയക്കുമരുന്ന്, ലഹരി പദാർത്ഥം, മറ്റു തരമായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ അടിമപ്പെട്ട് നിയമവിരുദ്ധ ലൈംഗികത, കുത്തഴിഞ്ഞ ജീവിത നിലവാരം, ആഭാസത്തരങ്ങൾ, വൃത്തികേടുകൾ, ഇതിലേക്കൊക്കെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരൊറ്റ കുഞ്ഞും ആ വിധത്തിൽ പോകാതിരിക്കേണ്ടതിന് സകല മമ്മിമാരോടും പറയാം, സകല പപ്പമാരോടും പറയാം, അവകാശത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എൻ്റെ തലമുറയെ പിശാച് നിനക്ക് ഞാൻ വിട്ടുതരികയില്ല. നീ എത്ര ആഞ്ഞു പിടിച്ചാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുതരത്തില്ല. നിൻ്റെ വാറ്റുചാരായും ചുമക്കാനും, നിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളെ വഹിക്കാനും, നിൻ്റെ കൂലിത്തല്ലിനും, നിൻ്റെ കൊട്ടേഷൻ ടീമിനും, നിൻ്റെ തീവ്രവാദത്തിനും, നിൻ്റെ ഭീകരവാദത്തിനും, നിൻ്റെ മതമൗലികവാദത്തിനും, നിനക്ക് വേണ്ടി കീജൈ വിളിക്കാനും, നിനക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനും ഒന്നും എൻ്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുതരത്തില്ലെന്നുള്ള തീവ്രമായിരിക്കുന്ന സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ സമരം ചെയ്ത് പ്രാർത്ഥിക്കാൻ കഴിയണം. തലമുറയുടെ മുമ്പിൽ മാതൃകാ ജീവിതം നയിക്കാൻ കഴിയണം. ഞാനും നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന വേദപുസ്തകത്തിലും പാഠപുസ്തകത്തിലും നമ്മുടെ വിയർപ്പിൻ്റെ മണം പറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളത് ചുമക്കണം. കാലം കഴിഞ്ഞിട്ടല്ല, നിങ്ങളിതുപോലെ പ്രസംഗം കേൾക്കാനിരിക്കുമ്പോൾ, ആരാധനയ്ക്കിരിക്കുമ്പോൾ, യോഗത്തിനിരിക്കുമ്പോൾ നിങ്ങളുടെ മകളോ മകനോ ഈ വേദിയിൽ വന്ന് നിന്ന് പ്രസംഗിക്കാനും പാടാനും ആത്മീക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാനും കഴിയുന്ന ആ കാഴ്ച ഉണ്ടല്ലോ, കണ്ണിന് ഇമ്പകരമായൊരു കാഴ്ചയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? മകനെയോ മകളെയോ ജയിലിൽ പോയി കാണേണ്ടി വരുന്ന ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവരെ ജാമ്യത്തിൽ ഇറക്കേണ്ടി വരുന്ന ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പരോളിന് നിൻ്റെ കുഞ്ഞിറങ്ങി വരുന്ന ദിവസം കാത്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷേ നമ്മുടെ തലമുറകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്, നാം ചുമന്ന വേദപുസ്തകത്തിൻ്റെ വാഹകരായി നമ്മുടെ തലമുറ മാറുന്നത് കാണാൻ ഭാഗ്യമുള്ളവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടുതരത്തില്ലെന്ന് പറ, എൻ്റെ തലമുറയെ ഞാൻ വിട്ടുതരത്തില്ലെന്ന് പറ. ഞാൻ ചെയ്ത ശുശ്രൂഷയുടെ പിന്തുടർച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ ആളുണ്ടെന്ന് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തലമുറയ്ക്ക് നേരെ നോട്ടമിടുന്ന ദുഷ്ടശക്തിയുടെ വ്യാപാരങ്ങളെ ഈ സന്ദേശത്തിൻ്റെ പ്രാരംഭ നേരത്ത് തന്നെ ശാസിക്കുകയും ഭത്സിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവരുടെ ഉൾത്തടത്തിലേക്ക് വ്യാപരിപ്പിക്കുന്ന സകല അനാത്മിക വ്യാപാരങ്ങളെയും, സകല അന്തഛിദ്രങ്ങളുടെ, ആർഭാടത്തിൻ്റെ, ആഡംബരങ്ങളുടെ, ആഘോഷങ്ങളുടെ, ആമോദങ്ങളുടെ, അനാത്മികമായിരിക്കുന്ന ആമോദങ്ങളിലേക്ക് ചുവടുവയ്ക്കാതെ നമ്മുടെ തലമുറ പിഴവിലേക്ക് പോകാതെ, സ്കെയിൽ അവരുടെ ജീവിതത്തിൻ്റെ തെറ്റാതെ, അവരുടെ ജീവിതത്തിൻ്റെ ധാർമ്മികതയുടെ ഋതം തെറ്റിപ്പോകാതെ കൃത്യതയോടുകൂടെ മുൻപോട്ട് പോകാൻ കഴിയേണ്ടതിന് അതിന് തടസ്സമായി നിൽക്കുന്ന വ്യാപാര ശക്തികളെ ആത്മാവിൽ ഒരുമിച്ചൊന്ന് ശാസിച്ചാട്ടെ. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ, വിദേശത്ത് പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ, ഉപജീവനത്തിൻ്റെ വഴി തേടിപ്പോയ കുഞ്ഞുങ്ങൾ, യോഗം ഇവിടെ നടന്നു, അപ്പനും അമ്മയും ഇവിടെ വന്നിട്ടും ഈ യോഗത്തിന് വരാതെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ കർത്താവ് ഇടപെടേണ്ടതിന് തലമുറ നേടാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ, താങ്കൾ ദൈവത്തിൻ്റെ വചനം ചുമക്കുമ്പോൾ കാരാബീഡിയും വലിച്ചുകൊണ്ട് താങ്കളുടെ മോൻ അതുവഴി ഇതുവഴി ആകരുത്. നിന്റെ മോള് മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേക്കകത്ത് തോണ്ടി ഇരിക്കരുത്. വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാമിൻ്റെ പായലിൽ ചവിട്ടി അവൾ തെന്നി വീഴരുത്. അഭിഷേകത്തിൻ്റെ നിറവിൽ അഭിമാനത്തോടെ തലയെടുപ്പോടെ നിൽക്കാൻ കഴിയണം. യെസ്, ഹല്ലേലൂയ.
ഈ പറഞ്ഞതിനെല്ലാം ആധാരം ക്രിസ്തു പരിജ്ഞാനമാണ്. ആ പരിജ്ഞാന പൂർത്തി പ്രാപിക്കേണ്ടതിന് ലേഖനങ്ങളിലേക്ക് നമ്മുടെ തലമുറയെ കൊണ്ടുവരണം. പാസ്റ്റേഴ്സിനോട് ഞാൻ ഈ ജനറൽ കൺവെൻഷനിൽ ശുപാർശ ചെയ്യുന്നു, നിങ്ങളുടെ സഭയിൽ നിങ്ങൾ നടത്തുന്ന 10 പ്രസംഗങ്ങളിൽ 7 പ്രസംഗവും ലേഖനങ്ങളിൽ നിന്നായിക്കോട്ടെ. അങ്ങനെ നിങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ തലമുറയെ നിങ്ങൾക്ക് ആത്മീയതയിലേക്ക് നയിക്കാൻ പറ്റും. ബാക്ക് ടു എപ്പിസ്റ്റൽസ് എന്നൊരു തത്വം മറക്കല്ലേ മക്കളുമാരും. ബാക്ക് ടു എപ്പിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ ലേഖനങ്ങളിലേക്കൊരു മടക്കയാത്ര. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടത്? വായന ലേഖനങ്ങൾ ആകട്ടെ, വേറെ ഒന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം വേണം. അതിനകത്തെല്ലാം ഉണ്ട് ആത്മിക ചിന്ത. യേശു പറയുന്നുണ്ട്, സങ്കീർത്തനങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, മോശയുടെ ന്യായപ്രമാണത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, പ്രവാചക ഗ്രന്ഥങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ആ എഴുതിയിരിക്കുന്നതിൻ്റെ എല്ലാം കൂടെ വസ്തുനിഷ്ഠമായ കാര്യകാരണ സഹിതം യുക്തമായി ശക്തമായി വ്യക്തമായി എഴുതിയിരിക്കുന്നത് ലേഖനങ്ങളിലാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ 3 ലേഖനങ്ങളിൽ നിന്ന് വിശേഷതയാർന്ന 3 വിചാരങ്ങളെ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷമാണോ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം വായിച്ചു. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ തൊട്ടിപ്പുറത്ത് എഫെസ് ലേഖനം, തൊട്ടപ്പുറത്ത് കൊലോസ് ലേഖനം. മുട്ടി ഉരുമി നിൽക്കുന്ന 3 ലേഖനങ്ങളിൽ നിന്ന് 3 വേദഭാഗങ്ങളെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് ക്രിസ്തു പരിജ്ഞാനത്തിൻ്റെ 3 തീവ്രമായിരിക്കുന്ന വിഷയ വിശകലനമാണ് നിങ്ങളുടെ മുമ്പിൽ വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ വെളിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾ ഉപദേശിമാരുടെ ഭാഷയിലൊരു പെന്തക്കോസ്ത് സ്റ്റൈലുണ്ട്. ഒരു സഭയിൽ ശുശ്രൂഷിച്ചതിൻ്റെ ഒരു പ്രത്യേക താളവും ഈണവും ഒക്കെ ഉണ്ട്. നിങ്ങൾക്കത് ഒത്തിരി നേരം കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലെന്നറിയാം. എന്നാലും ക്രിസ്തുവിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന ഈ ചിന്താധാരകളെ അല്പസമയം കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ശ്രദ്ധിക്കാം, ക്രിസ്തു എന്ന ആളത്വ മഹിമയെക്കുറിച്ച്. ഹല്ലേലൂയ. വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ധാരാളം പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ആശയങ്ങൾ, ആലോചനകൾ മറന്നു പോകരുത്. ഏത് ക്രൈസ്തവനെയും, ഏതാത്മീകനെയും, ഏത് നാട്ടിൽ പാർക്കുന്നവൻ, തെക്കനോ വടക്കനോ കിഴക്കനോ പടിഞ്ഞാറനോ, മലയാളിയോ കന്നഡക്കാരനോ തമിഴനോ തെലുങ്കനോ, ഇനി അങ്ങ് ആംഗലേയം മാത്രം പറയുന്ന പാശ്ചാത്യ നാട്ടുകാരനോ, ഹിന്ദി മാത്രം പറയുന്ന ഉത്തരേന്ത്യക്കാരനോ ആരുമായിക്കൊള്ളട്ടെ, എല്ലാ ക്രൈസ്തവനെയും ഒരുമിച്ച് നിർത്തുന്ന, ഐക്യമാക്കുന്ന ഒരേ ഒരു ലിങ്ക്, ഒരേ ഒരു ഐക്യത്തിൻ്റെ ഒരേ ഒരു കാരണം ക്രിസ്തു മാത്രമാണ്. എത്ര പേർക്കത് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? ഓക്കെ, അതിന് ഞാൻ ചരിത്രപരമായിരിക്കുന്ന 2 തെളിവുകൾ തരാം. ഒന്ന് വേദപുസ്തകത്തിൽ നിന്ന്, ഒന്ന് നമ്മുടെ ചരിത്രത്തിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. മിസ്രൈമിൽ 430 കൊല്ലം അടിമകളായിരുന്ന ഇസ്രായേല്യർ, 12 ഗോത്രങ്ങളുണ്ടായിരുന്നു. അവർ 12 ഗോത്രങ്ങളാണ്. യാക്കോബിൻ്റെ മക്കൾ 12 ആൺമക്കളുടെ പേരിലാണ് ഗോത്രങ്ങൾ തിരിച്ചിട്ടുള്ളത്, രൂബേൻ മുതൽ ബെന്യാമീൻ വരെ. ഈ കൂട്ടരാണ് അവിടെ കഴിഞ്ഞിരുന്നത്. 12 ഗോത്രങ്ങൾക്കും 12 വ്യത്യസ്തതകളും വ്യതിരിക്തതകളുമുള്ള സംസ്കാരമുണ്ട്. രീതികൾ വ്യത്യസ്തമാണ്. ഗോത്രങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാറുണ്ട്. കാരണം വ്യത്യസ്തമാണ് അവരുടെ എല്ലാ ഇടപാടുകളും. രൂബേനെ പോലെയല്ല ഇസ്സാഖാർ, അവരെ പോലല്ല ലേവ്യർ, അവരെ പോലെ ഒട്ടുമല്ല മറ്റ് താഴോട്ടുള്ള ബെന്യാമിൻ ഗോത്രജരോ യഹൂദ ഗോത്രജരോ സെബുലൂൺ നഫ്താലിയൊക്കെ വ്യത്യസ്തമാണ്. 12 പേരില്ലേ, 12 കൂട്ടങ്ങളുണ്ട്, അവർ വ്യത്യസ്തമാണ്. എന്നാൽ കേൾക്കണോ, അവർക്കൊരു പുറപ്പാടിൻ്റെ നേരമായി കഴിഞ്ഞപ്പോൾ ഈ 12 ഗോത്രങ്ങൾ തമ്മിലടിച്ച് തകർന്നു പോകാതെ 12 കൂട്ടരെയും ഒന്നാക്കി നിർത്തുവാൻ അവരുടെ ഉള്ളിലേക്ക് പകർത്തിക്കൊടുത്ത ഒരൊറ്റ ചിന്ത എന്ന് പറയുന്നത് അവരുടെ പൂർവ്വപിതാവായ അബ്രഹാമിന് ദൈവം തീരാധാരം എഴുതി കൊടുത്ത വാഗ്ദത്ത ദേശം എന്നൊരൊറ്റ ആശയമാണ്. നമ്മുടെ നാട് ഇവിടെയല്ല, നമ്മളിവിടുത്തുകാരല്ല, നമ്മളിവിടുത്തെ തദ്ദേശവാസികളല്ല. നമുക്കൊരു പുറപ്പാട് വേണം. നമ്മുടെ പിതാവായ അബ്രഹാമിന് ദൈവം കൊടുത്ത ദേശത്തേക്ക് നമുക്ക് പോകണം. അതുകൊണ്ട് സ്വന്തം നാട്ടിലേക്കൊരു പ്രയാണം, പുറപ്പാട്, എക്സോഡസ്, ആ ഒരൊറ്റ ചിന്ത അവരുടെ ഉള്ളിലേക്ക് പടർന്ന് കയറിയപ്പോൾ, അഥവാ ഈ മോശ അവരുടെ ഉള്ളിലേക്ക് അതിനെ അങ്ങോട്ട് പകർത്തിയപ്പോൾ, സന്നിവേശിപ്പിച്ചപ്പോൾ, തൻ്റെ ശക്തമായ പ്രഭാഷണം കൊണ്ട് വാഗ്ദത്ത ദേശം അവകാശമാക്കണം, അതിന് ഈ മണ്ണ് വിട്ടേ പറ്റുകയുള്ളൂ എന്നുള്ള ആശയം അവരിലേക്ക് കൊടുത്തപ്പോൾ ഗോത്രത്തിൻ്റെ വ്യത്യസ്ത സംസ്കാരങ്ങൾ മറന്ന് അവരെല്ലാവരും ഒന്നായി മാറി. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അവരോട് തന്നെ മോശ പറയുന്നൊരു ആത്മീയ ദൂത് ഞാൻ പറയാം.
ചരിത്രത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ആത്മീയ ദൂത് ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിട്ടുള്ള ദൈവമക്കളോട് പറയാം. അവരോട് പറയുകയാണ്, ഏറ്റവും ഒടുവിൽ പുറപ്പെടാൻ നേരമായപ്പോൾ അവരോട് പറയുക, ചെരുപ്പിട്ടുകൊള്ളുവീൻ. വായിച്ചിട്ടുണ്ടോ? എന്തോ ഇടാനാ? ചെരുപ്പിടാൻ പറയുക. കഴിഞ്ഞ 400 കൊല്ലമായിട്ട് ചെരുപ്പിട്ട ശീലമില്ല ഇവർക്ക്. കാരണം ചെളി ചവിട്ടുന്നത് ഷൂസ് ഇട്ടുകൊണ്ടല്ലോ, ആണോ? രാവിലെ ഇറങ്ങി ചെളിക്കണ്ടത്തിലിറങ്ങി കട്ടച്ചൂളയിൽ ഇറങ്ങുന്നത് ഷൂസ് ഇട്ടുകൊണ്ടൊന്നുമല്ല, ഷൂസും സോക്സും ഇട്ടുകൊണ്ടൊന്നുമല്ല ഇറങ്ങുന്നത്. നഗ്നപാതരായിട്ട് ഇറങ്ങുന്നു, ചെളി ചവിട്ടുന്നു, പദം വരുത്തുന്നു, കട്ട അറുക്കുന്നു, എണ്ണം കൊടുക്കുന്നു, റയംസേസ് പീഥോം എന്ന് പറയുന്ന സംഭാര നഗരങ്ങൾ ഉണ്ടാക്കുന്നു. ഏറിയ വർഷങ്ങളായി അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ ഈ അടിമ സമ്പ്രദായമാണ്. അപ്പോൾ അവർക്ക് ചെരുപ്പ് വേണ്ട. പക്ഷേ വാഗ്ദത്ത ദേശം എന്നുള്ള ഒറ്റ ചിന്ത അവരുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് കൊടുത്തിട്ട് മോശ പറയുക, ചെരുപ്പിട്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആത്മീയമായി മനസ്സിലാക്കണം, യാത്രയ്ക്ക് തയ്യാറായിക്കോളാനാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവ് പറയുന്നൊരു ശക്തമായ ആലോചന ഞാൻ വിളംബരം ചെയ്തോട്ടെ. നിന്നെ കൂച്ചുവിലങ്ങിട്ട് എങ്ങോട്ടും വിടത്തില്ലെന്ന് പറഞ്ഞ് വാതുകെട്ട് നിൽക്കുന്ന ചില പോരാട്ടങ്ങൾ ലജ്ജിക്കുമാറ് ദൈവം ഒരു പുതിയ യാത്രയ്ക്ക് തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളാൻ പറയുക, ചെരുപ്പിട്ടുകൊള്ളുവാൻ. മക്കളെ, നീ ഒത്തിരി പഠിച്ചതാ, നീ ഒത്തിരി ഇൻ്റർവ്യൂ സംബന്ധിച്ചതാ, പക്ഷേ വീടും മുറ്റവും നിൻ്റെ വില്ലേജും വിട്ട് പുറത്തു പോകാതെ തൂങ്ങാമ്പാറ, കാട്ടാക്കട, പോങ്ങമ്മൂടെന്നൊക്കെ പറഞ്ഞ് ഇട്ടാവട്ടത്തിൽ കറങ്ങുന്ന ഇടപാട് അവസാനിപ്പിച്ചിട്ട് ഈ ജനറൽ കൺവെൻഷൻ കഴിയുമ്പോൾ ഒരു യാത്രയ്ക്ക് ദൈവം വഴിയൊരുക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യാൻ എത്ര കുഞ്ഞുങ്ങൾക്ക് കഴിയും? ചെരുപ്പിട്ടുകൊള്ളാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളാനാണ്. അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ ഇവിടെ ഇട്ടവട്ടത്തിൽ കറക്കാനല്ല ദൈവത്തിൻ്റെ പദ്ധതി. എൻ്റെ പിന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കന്മാരടക്കമുള്ളവരോട്, അഭിഷക്ത ദൈവദാസന്മാരോട് പറയാം, ദൈവദാസന്മാരുടെ മുമ്പിൽ ഒരു വര വരച്ചിട്ടിട്ട് ഇവിടം വരെ മതി നിൻ്റെ പ്രസംഗം, ഇതിനപ്പുറത്തോട്ട് നീ കയറണ്ട, കേരളം വിട്ട് നീ പോകണ്ട, തിരുവനന്തപുരം ജില്ല വിട്ട് നീ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് അതിര് നിശ്ചയിക്കുന്ന പിശാചിനോട് വഴിമാറാൻ പറഞ്ഞിട്ട് ഒരു പുതിയ യാത്രയ്ക്ക്, ശുശ്രൂഷ സംബന്ധമായൊരു പുതിയ യാത്രയ്ക്ക് തയ്യാറെടുപ്പുള്ളവർ എത്ര പേരുണ്ട്? കരമടിച്ച കർത്താവിനെ ഒന്ന് ആരാധിച്ചോ ഈ രാത്രിയിൽ? ഈ രാത്രിയിൽ സമയമൊന്നും നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. ജനറൽ കൺവെൻഷൻ ഇന്ന സമയത്ത് അവസാനിപ്പിക്കണമെന്നൊന്നുമില്ല. ദൈവാത്മാവ് ശക്തമായി നമ്മുടെ ഇടയിൽ വ്യാപരിക്കുമ്പോൾ പുതിയ പുതിയ ആത്മിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു യാത്രയ്ക്കായി ദൈവം ഒരുക്കുകയാണ്. കാലമൊത്തിരിയായിട്ടും അങ്ങുമിങ്ങും പോകാതെ ഇട്ടാവട്ടത്തിൽ മാത്രമുള്ള ശുശ്രൂഷയും അതിൻ്റെ ഇടപാടുകളുമായി നിൽക്കുമ്പോൾ കർത്താവ് ഒരു വിശാലതയിലേക്ക് വഴിതെളിക്കാൻ പോവുകയാണ്. മോശമെന്ന് പറയുന്നു, ചെരുപ്പിട്ടുകൊള്ളുവിൻ. ആമേൻ. അത് കേട്ട ജനം കയ്യിൽ വടി പിടിച്ച് ചെരുപ്പിട്ടു മുറുക്കി ആ രാത്രിയിൽ അവർക്ക് പുറപ്പാടായി. ആമേൻ. ഈ പ്രാവശ്യത്തെ ജനറൽ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ ചില പദ്ധതികൾ വെളിപ്പെടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? കാലങ്ങളായി ആരോടും പറയാതിരുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ കർത്താവ് തൻ്റെ കൈ ഉപവാദിപ്പിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുമ്പിൽ ഇറക്കേണ്ടതായ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്തി ദൈവം ചില പുതിയ വഴികളും സാഹചര്യങ്ങളും തുറക്കും. ഞാൻ സമർത്ഥിയുടെ സുവിശേഷമല്ല പറയുക, വാതുകെട്ട് നിൽക്കുന്ന ദുഷ്ടപിശാചിനെ വഴി മാറ്റിയിട്ട് ദൈവം ഒരുക്കാൻ പോകുന്ന പുതിയ വഴിയെ ഞാൻ പറയുക. അതീശത്വത്തിൻ്റെ, അടിമത്വത്തിൻ്റെ, ആധിപത്യ വ്യവസ്ഥിതിയെ ദൈവം മാറ്റിയിട്ട് ഒരു പുത്തൻ വ്യവസ്ഥിതിയിലേക്ക് ദൈവം നടത്തുമെന്ന് കുഞ്ഞുങ്ങൾ എത്ര പേര് ഏറ്റെടുക്കും വിശ്വാസത്തോടെ? നിന്റെ പപ്പയും മമ്മിയും ഉണ്ടാക്കിയ വീട്ടിനകത്ത് മാത്രം നീ കഷ്ടിച്ച് കഴിഞ്ഞുകൂടാനല്ല, നിന്റെ കൈ ചില നിർമ്മാണ പ്രക്രിയയ്ക്ക് വേണ്ടി നീട്ടപ്പെടാൻ പോവുകയാണ്. നിന്റെ കയ്യിലേക്ക് ദൈവം ചില നന്മകളെ നൽകാൻ പോവുകയാണെന്ന് വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. ക്രിസ്തു പരിജ്ഞാനം നിന്റെ അകത്തേക്ക് കയറി വന്നാൽ കർത്താവ് നിന്നെ ഉയർത്തും, കർത്താവ് നിന്നെ ഉയർത്തും, കർത്താവ് നിന്നെ ഉയർത്തും. വിശ്വാസത്തോടെ പറ. എബ്രഹാം ഒരു പ്രവാചകനല്ലെന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ ഇന്ന് വചനത്തിലൂടെ ദൈവാത്മാവ് ഇടപെടുകയാണ് ശക്തമായി. ഈ ജനറൽ കൺവെൻഷൻ ഈ ഗ്രൗണ്ടിൽ വന്നുകൂടിയിരിക്കുന്ന ജനാവലിയുടെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ. ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് ഇട്ടാവട്ടത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന കഴുതയ്ക്കും അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യം ഇട്ടാവട്ടത്തിലുണ്ട്. പക്ഷെ അതിൻ്റെ കെട്ടഴിച്ച് പുറത്ത് വിട്ടാൽ അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വലിപ്പം കൂടുകയാണ്. എന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ ചില പ്രവർത്തികൾ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ശക്തമായി ദൈവത്തെ സ്തുതിക്കട്ടെ. യെസ്, ഹല്ലേലൂയ, താങ്ക് ഗോഡ്. അപ്പോൾ നോക്കുക, ഞാൻ പറഞ്ഞു വന്ന ആശയം, വിഷയം മറന്നു പോകരുത്. ഇടയ്ക്ക് ആത്മിക ദൂതുകൾ കയറി വരുമ്പോൾ ഏറ്റെടുത്തോണം, ദൈവത്തെ സ്തുതിച്ചോണം. വിഷയത്തിൻ്റെ ആ ട്രാക്കിൽ നിന്ന് മാറരുത്. ഓക്കെ, മടങ്ങി വരാം. വ്യത്യസ്ത ഗ്രൂപ്പുകൾ 12 പക്ഷേ അവരിലേക്ക് വാഗ്ദത്ത ദേശമെന്നൊരു ഒറ്റ ആശയം കൊടുത്തപ്പോൾ അവരെല്ലാം കൂടെ ഒന്നായി മാറി. ഭാരതത്തിന് മനസ്സിലാകുന്ന ഒരു ചരിത്രം കൂടെ ഞാൻ പറയാം.
അത് ഇതും കൂടെ നിങ്ങൾ ലിങ്ക് ചെയ്യുമ്പോഴാണ് ക്രിസ്തു പരിജ്ഞാനം എന്ന ഏകീകൃത വിഷയത്തിൽ ക്രൈസ്തവ ജനത ഒന്നിക്കണമെന്ന് ഞാൻ പറയാൻ പോവുക. കാശ്മീരിൻ്റെ ജീവിത രീതി വ്യത്യസ്തമാണ്, കേരളത്തിൻ്റെ ജീവിത രീതി വ്യത്യസ്തമാണ്, ഗുജറാത്തിൻ്റെയും ഒറീസയുടെയും അരുണാചൽ പ്രദേശിൻ്റെയും, അതേപോലെ നമ്മുടെ ഏത് സംസ്ഥാനം ഇവിടെ നോക്കൂ, ഹരിയാന, ഉത്തർപ്രദേശ്, എല്ലാ സംസ്ഥാനങ്ങളിലെയും ആളുകൾക്ക് വ്യത്യസ്തതയുണ്ട്, നിറകുല വ്യത്യാസങ്ങളുണ്ട്, ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളുണ്ട്, ഭിന്നമത രാഷ്ട്രീയ സംസ്കാരങ്ങൾ വ്യത്യാസമുണ്ട്. ഹരിയാനക്കാർ മുണ്ടുടുക്കുന്ന പോലല്ല നമ്മളിവിടെ മുണ്ടുടുക്കുന്നു, അവർ ഗോതമ്പുണ്ടാക്കി എന്തെങ്കിലും കഴിക്കുന്ന പോലല്ല നമ്മളിവിടെ ഗോതമ്പ് കഴിക്കുന്നത്. മനസ്സിലായി? നമ്മുടെ ചോറ് അവർക്ക് വേണ്ട, അവരുടെ ചപ്പാത്തി നമുക്കും വേണ്ട. അപ്പോൾ ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ട്, ഉടയിലും നടയിലും വ്യത്യാസമുണ്ട്, ഭാഷയിൽ വ്യത്യാസമുണ്ട്, അവരുടെ രീതിശാസ്ത്രങ്ങളിലെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളുണ്ടെന്ന് പറയുമ്പോഴും വ്യത്യസ്തതകളേറെയുണ്ട്, വ്യതിരക്തതകളേറെയുണ്ട്. ഭാഷ തന്നെ എത്രയാണെന്നറിയാമോ? എണ്ണിയാൽ ഒടുങ്ങാത്ത പോലെ ഭാഷയുണ്ട്. ഓരോ ഗാവിനും ഓരോ ഗ്രാമത്തിനും ഭാഷകളുണ്ട്, വ്യത്യസ്തമായ ജീവിത സംസ്കാരങ്ങൾ. ഞാൻ പറയാൻ വരുന്നത്, ഇങ്ങനെ വ്യത്യസ്തതകൾ ഒത്തിരിയുള്ള ഭാരത ജനത്തെ ഏകോപിപ്പിക്കുവാൻ നമ്മുടെ ആദരണീയനായ നമ്മുടെ രാഷ്ട്രപിതാവെന്ന് ആദരിക്കുന്ന ബാപ്പുജി കണ്ടെത്തിയ ഒരേ ഒരു കാര്യം എന്താണെന്നറിയാമോ? കന്നഡക്കാരനെയും തെലുങ്കനെയും തമിഴനെയും മലയാളിയും അങ്ങ് ഹരിയാനക്കാരനെയും ജമ്മു കാശ്മീരിലുള്ളവനെയും ഗുജറാത്തിയും ഒറീസക്കാരനെയും എല്ലാം കൂടി ഒറ്റക്കെട്ടായി കൊണ്ടുവരാൻ അദ്ദേഹം എല്ലാവരുടെയും ഉള്ളിലേക്ക് കൊടുത്തത് ബ്രിട്ടീഷ് വിരോധമാണ്. ബ്രിട്ടീഷുകാർ നമ്മുടെ അടിമകളാണ്, അവനെ ഇവിടുന്ന് തുരത്തണം. ക്വിറ്റ് ഇന്ത്യ എന്നൊരൊറ്റ ആശയം ഭാരതീയൻ്റെ മനസ്സിലേക്ക് കൊടുത്തപ്പോൾ വേഷഭൂഷാദികളുടെ, ഭക്ഷണ രീതികളുടെ വ്യത്യസ്തതകൾ, ഭാഷയുടെ വ്യത്യസ്തതകളെല്ലാം മറന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മുടെ ദേശീയ പതാകയുടെ അടിയിൽ ഒരുമിച്ച് കൂടാനിടയായി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആശയത്താൽ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ രണ്ട് സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ സ്ഥാപിക്കാൻ പോകുന്ന മൂന്നാമത്തെ സംഭവം, ക്രൈസ്തവരെന്ന് അവകാശപ്പെടുന്ന മുഴുവൻ ജനതയും ഒരൊറ്റക്കെട്ടായി വരേണ്ടത്, എല്ലാവരും കൂടെ ഒരു ഹെഡ് ക്വാർട്ടറിൽ വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഒരേ വേഷവിധാനമൊന്നും പറയുന്നില്ല, എല്ലാവരും ഒരേ ബൈബിൾ സെമിനാരി പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും കൂടെ ഒന്നാകാനുള്ള ഒരേ ഒരു സംഗതി എന്ന് പറയുന്നത് ക്രിസ്തു പരിജ്ഞാനമാണ്. ക്രിസ്തു ആരാണ് എന്ന പരിജ്ഞാനം വേദപുസ്തക സംബന്ധമായി ആരാണ്ട് എഴുതിയ കുട്ടിപ്പുസ്തകം വായിച്ചിട്ടൊന്നുമല്ല, ഏതോ മത നേതാക്കന്മാർ പറഞ്ഞ ആശയങ്ങളും മഹത്വചനങ്ങളും ഒന്നും കണ്ടിട്ടൊന്നുമല്ല. പകരം വിശുദ്ധ ബൈബിൾ, ദ ഹൗളി ബൈബിൾ, അത്യുന്നതനായ ദൈവത്തിൻ്റെ സനാതന വചനത്തിൽ നിന്ന് വെളിപ്പെട്ട ആത്മീക ദൂതുകൾക്ക് അനുസൃതമായി നമ്മൾ ഐക്യമായി നിന്നേ പറ്റുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നും സിയോൻ സംഘമല്ലെന്ന് എനിക്കറിയാം. നിരവധി സംഘങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ നിൽക്കുന്ന ഗ്രൂപ്പുകളിൽ തന്നെ നിന്നോ, നമ്മുടെ ആത്മീക നേതാവിൻ്റെ കീഴിൽ വിധേയത്വത്തോടെ നിന്നോ. പക്ഷെ നമുക്ക് ആന്തരികമായ ഒരു ഐക്യം വേണം. ആ ഐക്യത്തിൻ്റെ മാനദണ്ഡം ക്രിസ്തു മാത്രമായിരിക്കണം. ജാതിയുടേതല്ല, വർഗത്തിൻ്റെതല്ല, വർണ്ണത്തിൻ്റെതല്ല, അതൊന്നുമാകരുത്. ക്രിസ്തുവെന്ന മഹത്വപൂർണ്ണമായ ആളത്വ മഹിമയുടേതായിരിക്കണം. ഞാൻ പറഞ്ഞ ആശയം എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിൽ, ക്രിസ്തുവിനെ ആരാധിക്കുന്നതിൽ, ക്രിസ്തുവിനെ അറിയുന്നതിൽ, ക്രിസ്തുവിനെ ആശ്രയിക്കുന്നതിൽ, ക്രിസ്തുവിനെ അനുകരിക്കുന്നതിൽ, ദ സെയിം ആറ്റിറ്റ്യൂഡ് വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തു എന്താണോ അതുപോലെ തന്നെ ആകുന്നതിൽ, ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രാപിക്കുന്നതിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രാപിക്കുന്നതിൽ, ക്രിസ്തുവിൻ്റെതായിരിക്കുന്ന ആളത്വ മഹിമയുടെ സ്വഭാവ ശ്രേഷ്ഠത നമ്മൾ പ്രാപിക്കുന്നതിൽ നമുക്കൊരൈക്യമുണ്ടായേ പറ്റുകയുള്ളൂ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? അത് ഈ പൊതുയോഗങ്ങളിലൂടെ സാധ്യമാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്. ഇനി ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. പൊതുജനങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടിയാണ് പറയുക. ക്രിസ്തുവിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഈ ചിന്തകൾ ഒരിക്കലും മറന്നു പോകരുത്. ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നുള്ള കേവല ചിന്ത ഇന്ന് എട്ടായി മടക്കി വേസ്റ്റ് ബിന്നിലേക്ക് തട്ടണം. ക്രിസ്തുവിൻ എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഒരാൾക്കോ ഒരു കുടുംബത്തിനു വേണ്ടിയല്ല, ക്രിസ്തു സകല ജനത്തിനും വേണ്ടിയുള്ളതാണ്. സ്തോത്രം. സകല ജനവും അറിഞ്ഞേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു പരിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചില വിചാരങ്ങൾ ഞാൻ 1, 2, 3, 4, 5 അക്കമിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറയാം. അവ ഓരോന്നും നിങ്ങൾ കരുതിക്കൊള്ളണം, കുറിച്ചു കൊള്ളണം. കുറിക്കാതിരുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ ഓർക്കൊന്നൊന്നും എനിക്ക് വലിയ തിട്ടമില്ല. സ്തോത്രം. നമ്മൾ ഈ നല്ലതൊക്കെ പെട്ടെന്ന് മറക്കുകയും വേണ്ടാത്തതൊക്കെ ഓർത്തിരിക്കുകയും ചെയ്യുന്ന ഒരു അടിസ്ഥാന സംഭവം നമ്മിൽ എല്ലാവരിലുമുണ്ട്. മനസ്സിലായോ? നല്ലതൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല,
ഓർത്തിരിക്കത്തില്ല. കഴിഞ്ഞ ഞായറാഴ്ച പാസ്റ്റർ വായിച്ച സങ്കീർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ തലേ ചൊറിഞ്ഞ് കുറേ നേരം നിന്നിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് അതങ്ങ് മറന്നുപോയി. ഒരു 7 ദിവസത്തിനകത്ത് നമ്മളത് മറന്നുപോയി. 25 കൊല്ലത്തിന് മുമ്പ് കെട്ടിക്കയറി വീട്ടോട്ട് വന്നപ്പോൾ അമ്മാവിയമ്മ മേലുകീഴ് നോക്കിയ നോട്ടം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. ആ തള്ള എന്നെ അന്നൊരു നോട്ടം നോക്കിയതാ, ഇപ്പോഴും അതിനെക്കുറിച്ച് പറയാറുമുണ്ട് അല്ലേ. അപ്പോൾ ഈ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഓർത്തിരിക്കുകയും ആവശ്യമുള്ളതൊക്കെ മറക്കുകയും ചെയ്യും. ഇനി പ്രസംഗകരുടെ വിഷയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല. ആ പ്രസംഗത്തിനിടയ്ക്ക് പുള്ളി പറഞ്ഞൊരു കോമഡി നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും. അപ്പോൾ ഈ ആവശ്യമുള്ളത് ഓർക്കത്തുമില്ല, ആവശ്യമില്ലാത്തതൊക്കെ തിളക്കമായി നമ്മുടെ ഓർമ്മ മണ്ഡലത്തിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, കുറിക്കണേ കുറിക്കണേ കുറിക്കണേ. പ്രസംഗകനെ നോക്കി കുറിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളികളുണ്ട്, എന്നാലും കുറിക്കത്തില്ല. സ്തോത്രം. ഓക്കെ, അതുകൊണ്ട് ഈ പറയുന്ന ചിന്തകളെ ഓരോന്നായിട്ട് ഏറ്റെടുത്തുകൊള്ളണം. കേൾക്കണം തൂങ്ങാമ്പാറ മുഴുവനും. ഈ ശബ്ദവിന്യാസം മെച്ചമായി എത്ര ഇടങ്ങളിലേക്ക് കേൾക്കാൻ സജ്ജമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉച്ചഭാഷണി എന്നറിയില്ല. എങ്കിലും അവിടെ ഇവിടങ്ങളിലെ കേൾക്കുന്നവരൊക്കെ ഞാൻ ഇനി പറയുന്നൊരു 10ഓളം 10, 11, 12 ഒക്കെ ഉണ്ടാകാം. പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ എത്രയുണ്ട് അതെല്ലാം നിങ്ങളൊന്ന് കേട്ടുകൊള്ളണം, ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. 1, 2 എന്ന് ഞാൻ തുടങ്ങുക. ക്രിസ്തു പരിജ്ഞാനത്തിൽ ഏറ്റവും സവിശേഷമായിരിക്കുന്ന ചില വിചാരങ്ങളാണ് പറയുക. ഒട്ടനവധി ദൈവങ്ങളുടെ കൂട്ടത്തിൽ ക്രിസ്തു ഒരു ദൈവമല്ല, ക്രിസ്തുവാണ് ഏക സത്യദൈവം. അതിനങ്ങനെ ഒരു ആമേന കല്ലലിയായി മതിയോ? ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? ഒത്തിരി ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവമല്ല ക്രിസ്തു, ക്രിസ്തു ഏക സത്യദൈവമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ടത്? ഹല്ലേലൂയ. ഒത്തിരി മൂർത്തികളും ഒത്തിരി സങ്കല്പശക്തികളും, കാട്ടുമൃഗങ്ങൾ, നാട്ടുമൃഗങ്ങൾ, പറവകൾ, പ്രാണികൾ, ജലജന്തുക്കൾ ഒക്കെ, ഭൂതപ്രേത പിശാചുക്കളൊക്കെ ദൈവങ്ങളായി പരിഗണിക്കപ്പെടുന്ന ഒരു രാജ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുക, എൻ്റെ ക്രിസ്തു ഏക സത്യദൈവമാണ്. ഏക സത്യദൈവം. സത്യദൈവം എന്ന് മാത്രമല്ല, ഏക സത്യദൈവം. അത് എബ്രഹാമിൻ്റെ തലയ്ക്കകത്തുദിച്ച അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ ഡയലോഗുകളൊന്നുമല്ല. വിശുദ്ധ ബൈബിൾ നെഞ്ചോട് അടുപ്പിച്ചിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഏക സത്യദൈവമാണ് ക്രിസ്തു. അത് സമ്മതിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ആ പരിജ്ഞാനത്തെ നമ്മൾ ഏറ്റെടുത്തെങ്കിലേ പറ്റും. രണ്ടാമത്തെ വാചകം ശ്രദ്ധിക്കണം. ഒത്തിരി കർത്താക്കന്മാരുടെ കൂട്ടത്തിലൊരു കർത്താവല്ല യേശു. യേശു ഏക കർത്താവാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? സകലത്തിൻ്റെ മീതെ കർത്തൃത്വം നടത്താൻ കഴിയുന്നവൻ, സകല അധികാരങ്ങൾക്കും അധീശത്വങ്ങൾക്കും അത്യന്തം മീതെയുള്ള കർത്താവ്, അതാണ് ക്രിസ്തുവെന്ന കർത്താവ്. ഒത്തിരി കർത്താക്കന്മാരുടെ കൂട്ടത്തിലെ അല്ലെന്ന, പിന്നെ ഏക കർത്താവെന്നാണ് വിശുദ്ധ ബൈബിൾ സമർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത 3-ാമത്തെ വാചകം. ഒത്തിരി രക്ഷകന്മാരുടെ കൂട്ടത്തിൽ ഒരു രക്ഷകനല്ല യേശു. യേശു ഏക രക്ഷകനാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഒരു നാടിനെ, ഒരു ജാതിയെ, ഒരു കുലത്തെ, ഒരു കുടുംബത്തെ, ഒരു ഭാഷക്കാരെ, ഒരു ദേശക്കാരെയൊക്കെ വിടുവിക്കേണ്ടതിന്, രക്ഷിക്കേണ്ടതിന് തമ്പ്രാക്കന്മാരോട് സമരമുണ്ടാക്കി അവർ ചെയ്തതായിരിക്കുന്ന ജോലിക്കർഹമായ കൂലി പിടിച്ചു വാങ്ങി കൊടുക്കേണ്ടതിന് വേണ്ടി രക്ഷകന്മാരായി എഴുന്നേറ്റ വമ്പൻ താരങ്ങൾ ചരിത്രത്തിൽ തിളക്കത്തോടെ നിൽക്കുന്നുണ്ട്. ശ്രീ നാരായണ ഗുരുസ്വാമി അവർകൾ അനുഗ്രഹിതനായ ഒരു രക്ഷകനാണ്. മഹാത്മാ അയ്യങ്കാളി മറക്കാൻ പറ്റുമോ? സാധുജനങ്ങളുടെ വിമോചനത്തിന് വേണ്ടി അദ്ദേഹം നയിച്ചിട്ടുള്ള സമരസന്നാഹങ്ങൾ ചരിത്രബോധമുള്ളവർക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ എത്ര 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 രക്ഷകന്മാരുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യ വ്യവസ്ഥയിൽ നിന്നും അധീശത്വത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് ക്വിറ്റ് ഇന്ത്യ എന്ന കയ്യിലൊരു ചൂരവടി പോലുമില്ലാതെ കയ്യിൽ തോക്കുമായി നിൽക്കുന്ന പട്ടാളക്കാരുടെ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ മുഖത്ത് നോക്കി തൻ്റെ ഇടത്തോടെ പറയാൻ നെഞ്ചുറപ്പ് കാട്ടിയ നമ്മുടെ ഒരു രക്ഷകനല്ലേ ബാപ്പുജി. ഇവരെ എല്ലാം രക്ഷകന്മാരായി നമ്മൾ കാണുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ക്രിസ്തു ഏക രക്ഷകനാണെന്ന്. അതെങ്ങനെ പൊരുത്തപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഇവരൊക്കെ നമ്മളെ ഒരു അധീശത്വത്തിൽ നിന്ന്, തമ്പ്രാക്കന്മാരുടെ വല്ലാത്തതായ ധാർഷ്ട്യത്തിൽ നിന്ന് ഒക്കെ വിടുവിച്ച രക്ഷകന്മാരാ. പക്ഷെ ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ നമ്മെ വിടുവിച്ച ഒറ്റ രക്ഷകനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. പാപത്തിൻ്റെ അധീശത്വത്തിൽ നമ്മെ വിടുവിച്ച ഒറ്റ രക്ഷകനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. കുന്ന് കയറി, മല ഇറങ്ങി, പുഴ താണ്ടി, കടൽ നീന്തി, ദേഹം മുറിച്ച് ചോര ഒഴുക്കി, നരബലി, മൃഗബലി അടക്കമുള്ള പദയാത്ര, തീർത്ഥയാത്ര, കർമ്മകാണ്ഡങ്ങൾ ചെയ്തെങ്കിലേ രക്ഷയുള്ളൂ എന്ന് ഒട്ടനവധി പഠിപ്പിക്കൽ കേട്ട് അത് ചെയ്ത് ആചരിച്ച് അനുഷ്ഠിച്ച് നമ്മളെ ഏക്കം വലിച്ചപ്പോൾ ഒരു നയാ പൈസയുടെ ചെലവില്ലാതെ, ദേഹദണ്ഡന പ്രക്രിയകളൊന്നുമില്ലാതെ രക്ഷ സൗജന്യമായി നമുക്ക് തരാൻ വന്ന് ഒറ്റ രക്ഷകനേ ഉള്ളൂ, ഒന്നരയില്ല, ഒറ്റ രക്ഷകൻ. അതുകൊണ്ട് യേശുവിനെ ഞാൻ ഏക രക്ഷകൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ.
ഏകരക്ഷകനാണ് ക്രിസ്തു. നിത്യനരകത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച ഏകരക്ഷകൻ. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വാള് നമ്മുടെ പെടലിക്ക് വീഴാതിരിക്കാൻ നമുക്ക് പകരം അതങ്ങോട്ട് വെച്ചുകൊടുത്ത് ആർക്കപ്പെട്ട കുഞ്ഞാടാണ് ക്രിസ്തു. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? നാം അനുഭവിക്കേണ്ട വ്യഥകളെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി രക്ഷാകര ദൗത്യം നിർവഹിച്ചവൻ. 3 കാര്യമായില്ലേ? ഏകദൈവം, ഏക കർത്താവ്, ഏക രക്ഷകൻ. അടുത്തത് കേൾക്കണം, ഏക അവതാരമാ ക്രിസ്തു. ഏക അവതാരം എന്ന് പറഞ്ഞാൽ തൻ്റെ ചോര നമുക്ക് വേണ്ടി നൽകി, തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകി, തൻ്റെ ജീവിതം മൊത്തത്തിൽ നമുക്കായി യാഗമാക്കി നമ്മെ രക്ഷിക്കേണ്ടതിന് അവതരിച്ച, ജഡധാരണം സ്വീകരിച്ച ഒരേ ഒരു അവതാരം. അങ്ങോട്ട് കൊടുക്കാനല്ല പറഞ്ഞത്, നമുക്ക് വേണ്ടതെല്ലാം ഇങ്ങോട്ട് തരികയായിരുന്നു. നമ്മുടേതൊന്നും വേണ്ട, ചില്ലിക്കാശ് വേണ്ട, സ്തോത്ര കാഴ്ച വേണ്ട, നമ്മുടെ ഒരിടപാടും വേണ്ട. മൊത്തം ഇങ്ങോട്ട് തന്ന് നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന ഒറ്റ അവതാരം. അതുകൊണ്ട് ഏക അവതാരം എന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയേണ്ടി വരിക. അടുത്ത കേൾക്കണോ? 5-ാമത്തേത്, ഏക മാധ്യസ്ഥനാണ് ക്രിസ്തു. എത്ര പേർക്കും പറയാൻ കഴിയും? ഒത്തിരി മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിലൊരു മധ്യസ്ഥനല്ല ക്രിസ്തു. ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? അണിയിച്ചൊരുക്കി ഭയങ്കര ഭംഗിയോടെ ആയിരക്കണക്കിന് മധ്യസ്ഥന്മാർ ഇവിടെ ക്രൈസ്തവ ലോകം നിരത്തി നിർത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞു വാക്യം കൊണ്ട് പോലും തെളിവ് കൊടുക്കാനാവാത്ത വിധം അവരെല്ലാവരും അങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ മാത്രമല്ല, എൻ്റെ കയ്യിൽ മൈക്രോഫോണുള്ളൂ, പക്ഷേ അധ്യക്ഷനടക്കം, സൈമൺ സാറടക്കം, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പാസ്റ്റേഴ്സ്, സദസ്സിലിരിക്കുന്ന ദൈവദാസന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ തൂങ്ങാമ്പാറയോട് വിളിച്ചു പറയുന്നു, അനാവശ്യമായിരിക്കുന്ന അബദ്ധങ്ങൾ നീ തൂങ്ങിപ്പോകാതിരിക്കുക വിളിച്ചു പറയുക. ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് ക്രിസ്തു മാത്രമാണ്. മനുഷ്യനും ദൈവത്തിനും ഇടയിൽ തന്നെത്താൻ നമുക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു മധ്യസ്ഥൻ. ആമേൻ. 6-ാമത്തെ കേൾക്കണോ? ഏക ആരാധ്യനാണ് ക്രിസ്തു. ഏക ആരാധ്യൻ. നിന്റെ ദൈവമായ കർത്താവിനെ, ബാക്കി പറ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. മത്തായി 4:10 അങ്ങനെ വായിക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ. നിന്റെ ദൈവമായ കർത്താവിനെയും ആരാധിക്കാൻ പറഞ്ഞിരുന്നേ നമ്മൾ കുഴഞ്ഞു പോയേനെ, ഏതിനെല്ലാം ആരാധിക്കേണ്ടി വന്നേനെ. പക്ഷേ വാക്യം, വേദപുസ്തകത്തിലെ വാക്യം വളരെ ഗംഭീരമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ. ആ മാത്രം എന്നുള്ളതിനൊരു സ്വോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അതാണ് ക്രൈസ്തവികതയുടെ ആധികാരികത എന്നൊക്കെ പറഞ്ഞാൽ അവിയൽ പ്രമാണമല്ല. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കാണുന്നതിനെ എല്ലാം മുത്തി നിന്ന് വണങ്ങി സ്വോത്രകാഴ്ച അർപ്പണം ചെയ്ത് ബാക്കി ഇവിടെ കൊണ്ടുവന്ന് കൺവെൻഷൻ ഇടുന്ന ഇടപാടല്ല. സഭായോഗത്തിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വളവിനുള്ള സകല വഞ്ചികയിൽ ഇട്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഒടുവിൽ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഇടപാടല്ലെന്ന് ക്രൈസ്തവികത. ക്രൈസ്തവികതയിൽ ഒറ്റ ആരാധനയേ ഉള്ളൂ, അത് സാക്ഷാൽ ക്രിസ്തു യേശു എന്ന ഏക സത്യദൈവമാ. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സർവാധികാരിയും നിത്യനും മാറ്റമില്ലാത്തവനും അത്യുന്നതനും സൽഗുണ സമ്പൂർണനും പരമകാരുണികനും മഹോന്നതനും മഹത്വ സിംഹാസനസ്ഥനും ഒക്കെയായ ഓരോറ്റ ആരാധ്യനായി കർത്താവ് മാത്രമേ ഉള്ളൂ. സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്, ഒഴുകുന്ന പുഴയെ ആരാധിക്കരുത്, വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനെ ആരാധിക്കരുത്, പെണ്ണിനെ ആരാധിക്കരുത്, ആണിനെ ആരാധിക്കരുത്, മണ്ണിനെ ആരാധിക്കരുത്, ആകാശത്തെ ആരാധിക്കരുത്, പറവകളെ ആരാധിക്കരുത്, പ്രാണികളെ ആരാധിക്കരുത്, കാട്ടുമൃഗങ്ങളെയും നാട്ടുമൃഗങ്ങളെയും ആരാധിക്കരുത്. പിന്നെ എന്തിനെ ആരാധിക്കണം? ഉപദേശി അരുതെന്ന് പറഞ്ഞ് ഒത്തിരി പറഞ്ഞില്ലേ, പിന്നെ എന്തിനെ ആരാധിക്കണം? ഇവയെല്ലാം ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ ഒരുവനുണ്ട്. തച്ചിന് കുത്തിയിരുന്ന് ഇടിച്ച് പൊടിച്ച് കുഴച്ച് പരുവമാക്കി ഉണ്ടാക്കിയതല്ല, തച്ച് കണക്ക് പറഞ്ഞ് ഉണ്ടാക്കിയതല്ല. ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്ക് കൽപ്പിച്ചപ്പോൾ ഇതെല്ലാം ഉണ്ടായി വന്നെന്ന്. ഈ കുന്നുകൾ, പുഴകൾ, സമതലങ്ങൾ, താഴ്വരകൾ, മരുഭൂമികളെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ മാത്രയിൽ ഉണ്ടാക്കിയ ഒരുവനുണ്ട്. അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ആ ആരാധനയ്ക്ക് യോഗ്യനായവന്റെ വെളിപ്പാട് അകത്ത് കിട്ടിയെങ്കിൽ മടിക്കണ്ട. ഈ പൊതുസ്ഥലത്തിരുന്നൊന്ന് ആരാധിച്ചോ കർത്താവിനെ, ശക്തമായി ആരാധിക്കുക. ഒറ്റ ആരാധ്യൻ. പലതിനെയും ചിലതിനെയും ആരാധിക്കുന്ന ഇടപാടിൽ നിന്ന് അവസാനിപ്പിക്കുക. ആരാധന പിഴവ് വന്നാൽ ജീവിതത്തിൽ മൊത്തത്തിൽ പിഴവായി പോകും. ആരാധ്യൻ ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുക, ക്രിസ്തുവിലേക്ക് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ആരാധ്യൻ കർത്താവ് മാത്രമാണ്. ആമേൻ.
ഏക കർത്താവ്, ഏക ആരാധ്യനാണെന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാൽ ഒത്തിരി 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 സമയം വേണ്ടി വരും. ഇനിയും പറയാം, ഏകനാഥനാണ്, ഏക യോഗ്യനാണ്, ഏക പരിശുദ്ധനാണ്. ഹല്ലേലൂയ. യേശുവിനെ പോലെ പരിശുദ്ധൻ വേറെ ആരാച്ചാ ഉള്ളേ? യേശുവിൻ്റെ പരിശുദ്ധി എന്ന ശ്രേഷ്ഠമാണെന്നറിയോ? 33.5 വർഷം ദൈവത്വം കൊണ്ട് മാറ്റിവെച്ച് മനുഷ്യനായിട്ട് ഈ പാർത്തലത്തിൽ വന്ന സാധാരണ ജനങ്ങളോടൊപ്പം മുട്ടിത്തട്ടി ഉരുമി ഒരഞ്ഞ് അതുവഴി ഇതുവഴി, ബഥാന്യ വഴി, ബേത്ഫാഗ് വഴി, ബെഥസ്ത വഴി, കഫർന്നഹൂം വഴി, നസറേത്ത് വഴി, പിന്നെ ഗലീലയുടെ തീരപ്രദേശങ്ങൾ വഴി, മത്സ്യബന്ധന തൊഴിലാളികളുടെ വീട്ടിൻ്റെ മുറ്റത്തുകൂടെ, വീട്ടിനകത്തുകൂടെ, വലിയ ധനാവാനായിരുന്ന ശിമിയോൻ്റെ വീട്ടിനകത്ത്, പിന്നെ ആലയത്തിൻ്റെ മുറ്റത്ത് ഗദ്രോൻ തോട് കടന്ന് അതുവഴി ഇതുവഴി എല്ലാം യാത്ര ചെയ്തപ്പോൾ ഒറ്റയ്ക്കായിരുന്നില്ല, കൂട്ടത്തിലൊരു ജനത തന്നെ ഉണ്ടായിരുന്നു. എവിടെ നിന്നാണോ പ്രസംഗിക്കുന്നത് കേൾക്കാൻ, അന്തരംഗം കുളിർമ അനുഭവിക്കാൻ ഒരു കൂട്ടം ജനത എപ്പോഴും ഉണ്ടായിരുന്നു. മനസ്സിലായോ? അവരൊക്കെ ശാന്തമായി എന്ന് ഉറങ്ങിയെന്ന് ബോധ്യമാകുമ്പോഴ നിർജ്ജന പ്രദേശത്തേക്ക് മാറി പിതാവുമായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതം. യേശുവിന് ഇവരൊന്ന് ഒഴിഞ്ഞിട്ട് വേണ്ടേ പ്രാർത്ഥിക്കാൻ. അങ്ങനെ കൂട്ടമായി നടന്ന് യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒറ്റ മനുഷ്യനും ഒരു തിന്മയും പറയാനില്ലായിരുന്നു. അതിനായിട്ടൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ധാർമ്മിക അധപ്പതനം വരാത്ത ഒരു ലൈഫ് സ്റ്റൈൽ, അതാണ് ഏക പരിശുദ്ധനെന്ന് ഞാൻ പറയുന്നത്. യേശുവിനെ പോലെ പരിശുദ്ധൻ വേറെ ആരുമില്ല. ഇവിടെ ഈ ജനറൽ കൺവെൻഷന് കൂടി വന്നിട്ടുള്ള ദൈവമക്കളോട് ഞാനൊരു കാര്യം ശക്തമായി ഉണർത്താം. നമ്മുടെ ആരാധ്യനും നമ്മളുടെ രക്ഷാനായകനും വീണ്ടെടുപ്പുകാരനും നമ്മുടെ ആശയും നമ്മുടെ ആവേശവും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയുമായ ക്രിസ്തുയേശു ജീവിതത്തിൻ്റെ താളം തെറ്റാത്തവനാണെങ്കിൽ ആ ക്രിസ്തുവിനെ നെഞ്ചിലേറ്റുകൊണ്ടിട്ടുള്ള ഞാനും നിങ്ങളും ജീവിതത്തിൽ പിഴവില്ലാത്തവരായിരിക്കണം. വാക്കുകളിൽ, പ്രവൃത്തികളിൽ, ദാമ്പത്യത്തിൽ, സാമ്പത്തികത്തിൽ പിഴവ് വരരുത്. വിശ്വസ്തതയും അതുപോലെ വിശുദ്ധിയും വിശ്വാസീയതയും നിലനിർത്തിക്കൊണ്ട് ജീവിക്കണം കേട്ടോ. സുതാര്യത വേണം, സുദൃഢത വേണം, സുശക്തമായ ആത്മീയ അനുഭവങ്ങൾ വേണം. കാരണം ക്രിസ്തു പരിശുദ്ധനായിരുന്നു. ഹല്ലേലൂയ. നിയമത്തിൻ്റെ അവസാന വാക്കായിരിക്കുന്ന പീലാത്തോസ് പറയുന്നത്, ഞാനിവനിലൊരു കുറ്റവും കാണുന്നില്ല. അതാണ് യേശുവിൻ്റെ മകൻ. അതുകൊണ്ടാണ് പവിത്രമായ ജീവിതം നയിച്ചതുകൊണ്ട് നിർദോഷ രക്തം, നിഷ്കളങ്ക രക്തം, വിലയേറിയ രക്തം, കുറ്റമില്ലാത്ത രക്തം, നീതിമാന്റെ രക്തം നമുക്ക് നൽകി എന്നൊക്കെ പറയുന്നത്. ആ യേശുവിനെ ഏറ്റുകൊണ്ട് നമ്മൾ കുറ്റമില്ലാതെ ജീവിക്കാൻ കഴിയണം. യേശുവെ പോലെ നമുക്ക്. അപ്പം ഏക പരിശുദ്ധന. ഒരെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. യേശു ഏക ന്യായാധിപനാ. സ്തോത്രം. എല്ലാവരെയും വെളിച്ചത്ത് കൊണ്ടുവന്നേ പറ്റൂ. കയ്യൂക്ക് കൊണ്ട് കാര്യങ്ങൾ സാധിച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈയിട്ട് വാരിയവനും കൊല ചെയ്തവനും കള്ളവും കാപട്യവും കാണിച്ചവനും ഇന്നും നിയമത്തിൻ്റെ മുമ്പിൽ പിടികൊടുക്കാതെ, പോലീസിന് പിടികൊടുക്കാതെ, അവിടെ ഇവിടെയുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധുബലം കൊണ്ട്, സ്വാധീനത കൊണ്ട്, മറ്റു തരമായിരിക്കുന്ന ഒട്ടനവധി ആളുകളുടെ സഹായം കൊണ്ടൊക്കെ അങ്ങനെ തെറ്റ് ചെയ്തവൻ നെഞ്ചു വിരിച്ച് നാട്ടിലൂടെ നടക്കുമ്പോൾ എല്ലാവരെയും വരച്ച വരയിൽ കൊണ്ട് നിർത്തി ന്യായം വിധിക്കാൻ പരമാധികാരമുള്ള ഒരുവനായി കർത്താവ് വെളിപ്പെടാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പാർട്ടികളുടെ ബലം കൊണ്ടോ, സമുദായത്തിൻ്റെ ബലം കൊണ്ടോ, കാശിൻ്റെ ബലം കൊണ്ടോ, റിയാൽ, ദിർഹം, ദറംസ്, ഡോളർ, യൂറോ, പൗണ്ടൊക്കെ ഇറക്കുന്നത് കൊണ്ട് കുറ്റമല്ലാതെയായി മാറ്റുന്നൊരു ഗതികേടിൻ്റെ കാലത്തിലേക്ക് നാം വരുമ്പോൾ ഓർത്തുകൊള്ളണം, എൻ്റെ കർത്താവിന് ഇവിടുത്തെ ഒരൊറ്റ മനുഷ്യൻ്റെ സാക്ഷ്യം വേണ്ട. ഈ കല്ലിനും ഈ കട്ടയ്ക്കും ഈ മണ്ണിനും ഈ വൃക്ഷത്തിനും ഈ പൂഴിമണ്ണിനുമൊക്കെ എൻ്റെ ദൈവം നാവിനെ കൊടുത്തിട്ട് നമ്മൾ വന്നതും പോയതും ചെയ്തതും കാട്ടിയതെല്ലാം ഇതങ്ങോട്ട് തുറന്ന് പറയും. മനസ്സിലായി? ആകാശം സാക്ഷിയായി മാറും. അങ്ങനെ ദൈവം ന്യായം വിധിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് തൻ്റെ പുത്രനായ യേശുവിനെയാണ്. അപ്പൊ യേശു ഏക ന്യായാധിപനാ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചേ. ഈ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അത് നമ്മൾ ഏറ്റെടുക്കണം. ആ പരിജ്ഞാനവുമായി വിശദീകരിക്കുന്ന 3 വേദഭാഗങ്ങൾ. ഫിലിപ്പിയ ലേഖനത്തെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് ഇപ്പുറത്ത് എഫെസ് ലേഖനം, തൊട്ടപ്പുറത്ത് കൊലോസ് ലേഖനം. ഈ 3 ലേഖനങ്ങളിലെ 3 വാക്യങ്ങൾ ഒരുമിച്ച് സമന്വയിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രഭാഷണം ഇനി മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. സ്തോത്രം. സന്തോഷമാണോ? ബാക്കി കേൾക്കാൻ സന്തോഷമുണ്ടോ? ഇത്രയും കേട്ടതിൻ്റെ ബാക്കി കേൾക്കണമെന്ന് സന്തോഷമുള്ള എത്ര പേരുണ്ട്? ഈ പൊക്കിയ കൈയെല്ലാം സ്വോത്രാഴ്ച പാത്രത്തിലോട്ട് നീട്ടണം. ഇവിടെ സ്തുതിച്ചാട്ടെ. യെസ്. ക്രിസ്തു പരിജ്ഞാനം എന്ന വിഷയത്തിൻ്റെ 3 മേഖലകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇനി ഞാൻ കൊണ്ടുവരുന്നു. ഇതെൻ്റെ സന്ദേശത്തിൻ്റെ 2ാം ഭാഗമാണ്. ആദ്യത്തെ ഒരൈക്യം ക്രിസ്തു പരിജ്ഞാനത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ.
സംഘടനയുടെ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടറിൻ്റെ വലിപ്പമോ ആളുകളുടെ എണ്ണമോ ഒക്കെ കൊണ്ട് സംഘടനകൾ വ്യത്യസ്തമായി നിൽക്കും. ഏകീകൃത വിഷയത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയണം. അതിനുവേണ്ടിയാണ് ഞാൻ 10 വിചാരങ്ങൾ ക്രിസ്തു ഏകനാണ് എന്ന് പറഞ്ഞത്. ആ 10 കാര്യങ്ങളിലും ഏകമാണ്. ഇനി അതിനോട് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. ഏക വഴിയാണ് ക്രിസ്തു, ഏക വീണ്ടെടുപ്പുകാരനാണ് ക്രിസ്തു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റും. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനതവിടെ അവസാനിപ്പിച്ച് ഫിലിപ്പിയ ലേഖനത്തെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് തൊട്ടിപ്പുറത്തുള്ള എഫെസ് ലേഖനത്തിലും തൊട്ടപ്പുറത്തുള്ള കൊലോസ്യ ലേഖനത്തിലേക്കും കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നുകൊണ്ട് ഈ വിചാരങ്ങളെ പൂർത്തീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സമയത്തിൻ്റെ പരിമിതി ഉണ്ടല്ലോ, ഇതിലേക്ക് വരുന്നു. വിശേഷിച്ച് നാളെ ഞായറാഴ്ച ആരാധനയും ഒക്കെ ഉള്ളതുകൊണ്ട് അധികം നീട്ടാതെ തന്നെ ഈ രാത്രിയിൽ തുടർന്നുള്ള ആശയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കും. ഫിലിപ്പിയ ലേഖനമാണ് ക്രിസ്തു പരിജ്ഞാനം എന്ന വിഷയം നമുക്ക് നൽകുന്നു. ഒത്തിരി പാസ്റ്റേഴ്സ് ഇവിടെയുണ്ട്, വേദവിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. കുറിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കുറേ പരിജ്ഞാനങ്ങൾ പറയാം. ആ പരിജ്ഞാനങ്ങൾ നിങ്ങൾക്ക് ഉപകാരമായി തീരും പ്രസംഗങ്ങളെ രൂപപ്പെടുത്താൻ. പലരും കുറിച്ചെടുക്കുന്നത് കണ്ടു, ആ സന്തോഷം കൊണ്ട് ഞാൻ പറയുകയാണ്. വേദപുസ്തകത്തിൽ നിരവധി പരിജ്ഞാനങ്ങൾ നമ്മൾ പ്രാപിക്കണം. അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന പരിജ്ഞാനം ദൈവപരിജ്ഞാനമാണ്. ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. എഫെസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യമാണ്. പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾ പ്രാപിക്കേണ്ടതിന് എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. എഫെസർ 1:17 വാക്യം. രണ്ടാമത് നമ്മൾ പ്രാപിക്കേണ്ട പരിജ്ഞാനം ക്രിസ്തു പരിജ്ഞാനമാണ്. മനുഷ്യജീവിതത്തിൽ പ്രാപിക്കേണ്ട നിരവധി പരിജ്ഞാനങ്ങളിൽ രണ്ടാമത്തേതാണ് ക്രിസ്തു പരിജ്ഞാനം. അതാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 8-ാമത് വാക്യം. ക്രിസ്തുവിൻ്റെ ദൈവത്വം, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം അടക്കമുള്ള വിഷയങ്ങളുടെ സമഗ്ര പഠനമാണ് ക്രിസ്തു പരിജ്ഞാനം എന്ന് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 3:8 വാക്യം. അടുത്തത് പരിശുദ്ധാത്മ പരിജ്ഞാനമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള സമഗ്രമായ പഠനം. എഫെസ് ലേഖനം 1:19-20 അവിടെ പരിജ്ഞാനം എന്നൊരു പദമില്ല, പക്ഷെ നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ആ അറിവെന്ന് പറഞ്ഞാൽ പരിജ്ഞാനം നേടുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തെക്കുറിച്ച് നമ്മൾ അറിയണം. പരാതി പറഞ്ഞ് കരഞ്ഞ് ആകുലതയോടെ വ്യാകുലതയോടെ അങ്ങുമിങ്ങും തലയും കുനിച്ച് നടക്കാതെ വയ്യ വയ്യ വയ്യ, അയ്യോ അയ്യോ അയ്യോ, ഇല്ല 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 എന്ന സ്ഥിരം പല്ലവികളുമായി നടക്കാതെ എന്നിൽ വ്യാപരിക്കുന്നൊരു ശക്തി കൊണ്ട് ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന ബോധ്യത്തോടെ നടക്കാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അനിവാര്യമാണ്. അത് എഫെസ് ലേഖനം 1:19-20. അപ്പോൾ ഈ 3 പരിജ്ഞാനങ്ങൾ ഏതാ? ദൈവം, ക്രിസ്തു, പരിശുദ്ധാത്മാവ്. ഇതാണ് ദ ഹോളി ട്രിനിറ്റി. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിനാണ് ഈ 3 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയത്. ഓക്കെ, ബോധ്യമായോ? സ്തോത്രം. അടുത്ത പരിജ്ഞാനങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവ ഇഷ്ടത്തിൻ പരിജ്ഞാനം, അങ്ങനെ പരിജ്ഞാനമുണ്ട്. അത് കൊലോസ്യ ലേഖനം 1:10 വാക്യമാണ്. ദൈവ ഇഷ്ടത്തിൻ പരിജ്ഞാനം. അവിടെ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. 10-ാം വാക്യം ശ്രദ്ധിച്ചാൽ അറിയാം. ദൈവ ഇഷ്ടത്തിൻ പരിജ്ഞാനം നിങ്ങൾ പ്രാപിക്കേണ്ടതിനും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾ നേടേണ്ടതിനുമെന്ന് പൗലോസ് പറയുന്നുണ്ട്. കൊലോസ്യർ 1:10 വാക്യം. വീട്ടിൽ ചെന്ന് പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ വായിക്കുകയും നോക്കുകയും അല്ല, വായനയും എഴുത്തും കൂടെ നടക്കത്തില്ല. ഇപ്പോൾ എഴുതുന്നവരെ വാക്യങ്ങൾ കുറിച്ചിട്ട് വീട്ടിൽ ചെന്ന് നോക്കിയാൽ മതിയാവും. കൊലോസ്യർ 1:10 ദൈവ ഇഷ്ടത്തിന്, നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ജീവിക്കേണ്ടത്, ദൈവത്തിന് നമ്മോടുള്ള ഇഷ്ടം എന്താണ് എന്ന് നമ്മൾ അറിയണം. കൊലോസ്യർ 1:10 വാക്യം. ഇനി പറയാൻ പോകുന്ന 2 പരിജ്ഞാനങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇതൊരു ബൈബിൾ സ്കൂളും കൂടെ, പ്രസിദ്ധമായൊരു ബൈബിൾ സ്കൂളിൻ്റെയും കൂടെ കൺവെൻഷൻ ആയതുകൊണ്ട് ഇങ്ങനെ പഠനാർഹമായ ചിന്തകളെ അക്കമിട്ട് നിരത്തുന്നത് ചില വിദ്യാർത്ഥികളെങ്കിലും ഇവിടെ കാണുമല്ലോ. അവർക്കിത് പ്രയോജനമാകണം. ശ്രദ്ധിക്കണം. അടുത്ത പരിജ്ഞാനം എന്ന് പറയുന്നത് ഏതാണ്? അപ്പം 5-ാമത്തെ പരിജ്ഞാനം എന്ന് പറയുന്നത് പാപപരിജ്ഞാനമാണ്. പാപമെന്ന വിഷയത്തെക്കുറിച്ചുള്ള ഗംഭീര പഠനമാണ് പാപപരിജ്ഞാനം. ഒറ്റയിടത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വാക്യമുള്ളത്. റോമാലേഖനം 3-ാം അധ്യായം 20-ാം വാക്യമാണ്. ന്യായപ്രമാണം കൊണ്ടൊരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല, ന്യായപ്രമാണം കൊണ്ട് പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. പാപപരിജ്ഞാനം അത് റോമാലേഖനം 3:20-ാം വാക്യമാണ്. ഇനിയും അടുത്ത ഒരു പരിജ്ഞാനമുണ്ട്, 6-ാമത്തെ പരിജ്ഞാനം. ഏതാണെന്നറിയാമോ? അത് രക്ഷാപരിജ്ഞാനമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1:77 വാക്യമാണ്. ലൂക്കോസ് 1:77 രക്ഷാപരിജ്ഞാനം. ദൈവമൊരുക്കുന്ന രക്ഷ മനുഷ്യനെങ്ങനെ സ്വായത്തമാക്കാം, ആ രക്ഷാനന്തര ജീവിതം എങ്ങനെയാകണം, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന കോടാലി എന്തുവാ എന്നൊക്കെയുള്ളത് പഠിക്കാൻ രക്ഷാപരിജ്ഞാനം പഠിക്കണം. രക്ഷയ്ക്ക് മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഒരു പദ്ധതികളും യാഗയോഗ കർമ്മകാണ്ഡങ്ങളൊക്കെ വ്യർത്ഥമാണെന്നുള്ളത് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പരിജ്ഞാന വിഷയമാണ്
രക്ഷാപരിജ്ഞാനം. ലൂക്കോസ് 1:77 വാക്യം. അടുത്ത പരിജ്ഞാനമാണ് സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത്. സത്യത്തിൻ്റെ പരിജ്ഞാനം എബ്രായ ലേഖനം 10:26. സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ വചന പരിജ്ഞാനമാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ സനാതന വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എല്ലാം ആഴത്തിൽ അപഗ്രഥിക്കാൻ കഴിയുന്ന പരിജ്ഞാനത്തെയാണ് സത്യത്തിൻ്റെ പരിജ്ഞാനമെന്ന് പറയുക. അടുത്ത വേറൊരു പരിജ്ഞാനമുണ്ട്, അത് നന്മയുടെ പരിജ്ഞാനമാണ്. ഫിലേമോന്റെ ലേഖനം 5 വാക്യം. നന്മയുടെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കുള്ളത് നമുക്ക് മാത്രമുള്ളതല്ല, അവരനും കൂടെ കൈമാറേണ്ടതാണ്. അവൻ്റെ മുറിവുകൾക്ക്, അവൻ്റെ വിശപ്പിന്, അവൻ്റെ നഗ്നതയ്ക്ക്, അവൻ്റെ ഒറ്റപ്പെടലിന്, അവൻ്റെ ഏകാന്തതയ്ക്ക് നമ്മൾ തുണയാകണം. ആരാധനാലയത്തിലേക്ക് ഓടിപ്പോകുന്നവൻ, വഴിയരികിൽ വീണ് കിടക്കുന്നവനെ, മുറിവേറ്റ് കിടക്കുന്നവനെ കണ്ടിട്ട് 2 പേര് പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേരമായെന്നും പറഞ്ഞ് നേരെ ആലയത്തിലേക്ക് പോകുമ്പോൾ ആലയവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ പോകുന്ന ഒരാൾ ഈ മുറിവേറ്റവനെ കണ്ടിട്ട് അരികിൽ ചെന്നിട്ടവനെ കോരിയെടുത്ത് വായിൽ വെള്ളമൊഴിച്ചിട്ട് അവൻ്റെ മുറിവുകളെ കഴുകി അവനെ തുടച്ച് വൃത്തിയാക്കി എണ്ണ പകർന്ന് അവനെ വീണ്ടും സുരക്ഷിത സ്ഥാനത്ത് കൊണ്ടാക്കിയിട്ട് ആ സത്ര ഉടമയ്ക്ക് അവൻ അല്പം കാശെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു യാത്രയ്ക്ക് പോവുകയാണേ, അതുകൊണ്ട് വലിയ കരുതൽ കയ്യിലുണ്ടായിരുന്നില്ല, ഇത്രയേ ഉള്ളൂ തൽക്കാലം തരാൻ. ഇത് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഇവന് വേണ്ടതെല്ലാം ഉത്തരവാദിത്വത്തോടെ ചെയ്യണം. ബാക്കി ചികിത്സയുടെ ബില്ല് അവൻ്റെ പേരിലല്ല, എൻ്റെ പേരിൽ തരണം. അതാണ് നന്മയുടെ പരിജ്ഞാനം. അവരന് വിശക്കുന്നുണ്ടോ, അവരൻ ഉടുക്കാനുണ്ടോ, അവരുടെ കുഞ്ഞ് അന്തി ഉറങ്ങുമ്പോൾ കഴിച്ചിട്ടാണോ ഉറങ്ങിയത് എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു സംസ്കാരവും കൂടെ ക്രിസ്തു സ്നേഹിക്കുണ്ടാകണം. അതാണ് നന്മയുടെ പരിജ്ഞാനമെന്ന് പറയുന്നത്. ചുറ്റുമതിൽ കെട്ടി അതിനകത്ത് മാത്രമാണ് കുടുംബങ്ങളായി മാറുമ്പം അയൽവക്കത്തെ ഒരനക്കവും കേട്ടില്ലെങ്കിൽ എന്താ അവിടെ ആരുമില്ലേ, അവിടെ പുക ഉയരുന്നില്ലല്ലോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാനും ചോദിക്കാനും പറയാനും ഒക്കെ കഴിയണം. പണ്ട് ഈ മതിൽക്കെട്ടുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ വീട്ടിൻ്റെ ഉമ്മറത്തിരുന്നുകൊണ്ട് അടുത്ത വീട്ടിലെ ഉമ്മറത്തിരുന്ന മുത്തശ്ശിമാർ 2 പേരും കൂടെ സംസാരിക്കുമായിരുന്നു. ഇന്ന് എന്തോന്നാ കറി, മീൻ കിട്ടിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആ നല്ല കാലം മതിൽ കെട്ടി നമ്മൾ മറച്ചു. അതുകൊണ്ട് അവിടെ ആരെങ്കിലും വീണ് ചത്താപ്പോലും നമ്മൾ അറിയത്തില്ല, കാറ്റ് മണം കൊണ്ടുവരുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. ഇതാ സാക്ഷര കേരളം, സുന്ദര കേരളം, അക്ഷര കേരളം, പ്രബുദ്ധ കേരളത്തിൻ്റെ ഒരു വികൃത മുഖം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ പണ്ടങ്ങനെ ആയിരുന്നില്ല. ഈ മതിൽക്കെട്ടുകൾ, കരിങ്കല്ലുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഒരേ മുറ്റം, ഇവിടുത്തെ മമ്മിയും അവിടുത്തെ മമ്മിയും കൂടെ തൂത്ത് അടുത്ത് ചൂല് വന്ന് മുട്ടുന്ന ചൂലിന് തമ്മിലൊരു കൂട്ടായ്മയുള്ള കാലം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ ഓർക്കുന്നുണ്ടോ, അറിയാമോ, മനസ്സിലാകുമോ നിങ്ങൾക്ക്? അപ്പുറത്തെ ചേച്ചി ഇപ്പുറത്തെ ചേച്ചിയും കൂടെ തൂത്ത് വന്നിട്ട് ചൂല് തമ്മിൽ കൂട്ടിമുട്ടുന്നൊരു കാലം. ഇന്ന് ആള് തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല, കാലത്തെ കരിങ്കല്ലിറക്കി കെട്ടി അപ്പുറത്തുള്ള പുള്ളി ഇപ്പുറത്തുള്ള പുള്ളിയും തമ്മിൽ കാണാതിരിക്കുകയല്ലേ. ആ ഗതികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പം നന്മയുടെ പരിജ്ഞാനം ഏതാണ്ടൊക്കെ കുറഞ്ഞ പോലെയായി. അപ്പം ഞാൻ ഈ അക്കമിട്ട് പറഞ്ഞ പരിജ്ഞാനങ്ങളെല്ലാം ദൈവമക്കൾ പ്രാപിക്കണം. ഓരോ ജനറൽ കൺവെൻഷൻ കഴിയുമ്പോഴും പരിജ്ഞാന പൂർത്തി കൊണ്ട് നമ്മൾ നിറഞ്ഞവരായി മാറണം. മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ചിലരെന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു, ഈ പറഞ്ഞ പരിജ്ഞാനം എല്ലാം പറഞ്ഞിട്ട് ഈ പുള്ളി ഇന്ന് ഇറങ്ങുമെന്നുള്ളതാണ്. അല്ലല്ല, ഇത്രയൊന്നും ഞാൻ പറയുന്നില്ല. ഇതിങ്ങനെ ഉണ്ടെന്ന് നിങ്ങളെ ഒന്ന് തെര്യപ്പെടുത്തി ക്രിസ്തു പരിജ്ഞാനത്തെക്കുറിച്ച് 3 വിശേഷ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പടിയിറങ്ങും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കാം നമുക്ക്. ഫിലിപ്പിയ ലേഖനം നടുക്ക് നിൽക്കട്ടെ, തൊട്ടിപ്പുറത്ത് എഫെസ് ലേഖനം, തൊട്ടപ്പുറത്ത് കൊലോസ് ലേഖനം. 2നെയും കൂടെ നമ്മൾ ഈ 3നെയും കൂടെ പരിഗണിക്കും. ആദ്യം ഫിലിപ്പിയ ലേഖനത്തിൽ ക്രിസ്തു പരിജ്ഞാനത്തിൽ ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജഡധാരണമാണ്. ജഡധാരണം. പ്രൈസ് ദി ലോർഡ്. ദൈവമായിരുന്നവൻ ഒരിക്കൽ പാർത്തലത്തിലേക്ക് ഇറങ്ങി വന്നു. അതാണ് ജഡധാരണം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സകലത്തെയും ഉളവാക്കിയ ദൈവത്തിന് പാപം മാറട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മാറിയേനെ. സകല മനുഷ്യരും ശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ സംഭവിച്ചേനെ. പക്ഷെ അങ്ങനെ ചെയ്യാതെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ജഡധാരണം പ്രാപിച്ചു പിടിക്കു വന്നു. എന്തിനാണെന്നറിയാമോ? അതിൻ്റെ തത്വം എന്തിനാണെന്നറിയാമോ? രക്തം ചൊരിയാതെ പാപത്തിന് വിമോചനമില്ല. രക്തം ചൊരിയണമെങ്കിൽ ഒരു ശരീരം, ആ ശരീരത്തിൽ രക്തം. അതുകൊണ്ട് ജഡരക്തത്തോട് കൂടിയവനായി എന്ന് പറയുന്നത് എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തത്തോട് കൂടിയവനായി തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായ പീശാചിനെ നീക്കി മരണഭീതിയിൽ അടിമകളായിരുന്ന മുഴുവൻ ആളുകളെയും വിടുവിക്കേണ്ടതിന് യേശു ഒരിക്കൽ ഈ പാർത്തലത്തിലേക്ക് ജഡധാരണം ചെയ്തത്. അപ്പം തനിക്കൊരു ജഡം ശരീരം വേണം, ആ ശരീരത്തിൽ രക്തം വേണമായിരുന്നു. കാരണം ആ രക്തം ചൊരിഞ്ഞിട്ട് ആ ശരീരത്തിൽ മരണശിക്ഷ
ശിക്ഷ ഏറ്റു വേണം നമ്മുടെ പാപം പോക്കാൻ. അതാണ് യേശുവിൻ്റെ ജഡധാരണം അഥവാ തിരു അവതാരം എന്ന് പറയുന്നത്. ഈ അവതാരം എന്നുള്ള പദം പെന്തക്കോസ്തുകാരിൽ ചിലർക്ക് ഏതാണ്ട് ഇച്ചിച്ചി പോലെ തോന്നുക. അപ്പം അങ്ങനെ ഇച്ചിച്ചിയാണെന്നും പറഞ്ഞെടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സതുദ്ദേശത്തോടെ ഇറങ്ങി വരിക എന്നതാണ്. നല്ലത് ചെയ്യുവാൻ ഇറങ്ങി വരിക, ആ അർത്ഥമാണ് അവതാരം. ഇൻകാർണേഷൻ എന്ന് പറയുന്നത് സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, നന്മയായിരുന്നവൻ, സത്യമായിരുന്നവൻ, ധർമ്മമായിരുന്നവൻ, നീതിയായിരുന്നവൻ, സ്നേഹമായിരുന്നവൻ അവിടെ നിന്നിങ്ങോട്ട് ഇറങ്ങി വന്നു, മനുഷ്യനായി ജഡം സ്വീകരിച്ച് ജഡരക്തത്തോടുകൂടി ഇവിടെ ഇറങ്ങി വന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ പാപം. ഞാനിനി പറയുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവം എന്തിനാ മനുഷ്യനായി മാറിയത്? അപ്പോൾ ഫിലിപ്പിയ ലേഖനം നൽകുന്നത് യേശുവിൻ്റെ ജഡധാരണമാണ്. അതിനാധാര വാക്യം ഏതാണെന്നറിയാമോ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വേദഭാഗം. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. 2-6 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾക്ക് വേദപണ്ഡിതാക്കന്മാർ ഒരു പേര് കൊടുക്കുന്നുണ്ട്. ആ പേരൊരിക്കലും മറക്കരുത്. ഗായക സംഘവും മറക്കരുത്, കുറിച്ചുകൊള്ളണം. ആ പേര് ഇങ്ങനെയാണ്: ദ കനോസിസ് ഓഫ് ക്രൈസ്റ്റ്. ബൈബിൾ സ്കൂൾ നടത്തുന്നത് സിയോൻ സംഘത്തിന് നല്ലൊരു ബൈബിൾ സ്കൂൾ ഉള്ളതുകൊണ്ട് വേദവിദ്യാർത്ഥികളെയൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾക്ക് കൊടുക്കുന്ന നല്ല പേരാണ് കനോസിസ് ഓഫ് ക്രൈസ്റ്റ്. കനോസിസ്, KNOSIS, കനോസിസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പരിത്യാഗം, ദൈവത്തിൻ്റെ സ്വയപരിത്യാഗം. താണിറങ്ങി വന്നു, തന്നെത്താൻ താഴ്ത്തി എന്ന് നമ്മൾ വായിക്കുന്നു. ആരും പിടിച്ചിറക്കിയതല്ല, സ്വയം താഴ്ച ഭവിച്ചു. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി മാത്രം. അതിനോട് സ്തോത്രം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ കനോസിസ് ഓഫ് ക്രൈസ്റ്റ് മറക്കരുത്. ഫിലിപ്പിയർ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾക്കാണ് കനോസിസ് എന്ന് പറഞ്ഞാൽ എംഡിങ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വയം ശൂന്യനാകുക. മനസ്സിലായോ? അതാണ് കനോസിസ് ഓഫ് ക്രൈസ്റ്റ്. തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ള ദാസനായി തീർന്നു. അതാണ് ഫിലിപ്പിയ ലേഖനം ക്രിസ്തുവിനെ പറ്റി നൽകുന്ന മഹത്വപൂർണമായ പരിജ്ഞാനം. ആ പരിജ്ഞാനം സകലരും അറിഞ്ഞേ പറ്റൂ. ദൈവമായിരുന്നവൻ വാക്കുകൊണ്ട് മാറ്റമായിരുന്നു, പക്ഷേ രക്തം ചൊരിയാതെ വിമോചനമില്ലെന്നുള്ള ദൈവത്തിൻ്റെ അലംഘനീയ പ്രമാണത്തെ നിറവേറ്റേണ്ടതിന് യേശു തൻ്റെ ജഡത്തെയും രക്തത്തെയും നമുക്ക് വേണ്ടി നൽകി തരികയായിരുന്നു. ആ പുണ്യത്തിൻ്റെ മുമ്പിൽ നാം യേശുവിനെ അറിയാതെ പോകരുത്. ഹല്ലേലൂയ. ഞാനിനി ഈ 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വേദഭാഗത്തെ എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യവുമായിട്ട് ലയിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചോണം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് കരുതുകയാണ്. നോട്ട്സ് നിങ്ങൾ കുറിച്ചോണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വേദഭാഗത്തെ എബ്രായ ലേഖനം 2-ാം അധ്യായം 4-ാമത് വാക്യവുമായി ഞാൻ ലയിപ്പിക്കുന്നു. 4-ാമത് വാക്യം പറയുന്നത് ഇത്ര വലിയ രക്ഷ. കണ്ടോ? രക്ഷയ്ക്ക് ഒരു പേര് കൊടുക്കുന്നു. എന്തോന്നാ? എല്ലാവരും ഒന്നും പറയുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെങ്കിലും കൂടെ കൂടെ പറയണം. കാരണം ഞാൻ അനുഭവിക്കുന്ന രക്ഷ ഏത് രക്ഷയാ? സാധാ രക്ഷയല്ല, വലിയ രക്ഷ. ഇത്ര വലിയ രക്ഷ. അതിനോട് സ്തോത്രം പറഞ്ഞിട്ട് ഇത്ര വലിയ രക്ഷ വേറെ ആർക്കും നേടിത്തരാൻ കഴിയാത്ത വിധം ഗാംഭീര്യതയുള്ള, കണ്ടോ, അതുല്യമായൊരു രക്ഷ. അത് സാധ്യമാക്കാനാണ് യേശു ഇവിടേക്ക് വന്നത്. യേശു പാർത്തലത്തിലേക്ക് വന്നത് 4 കാര്യത്തെ നീക്കിക്കളയാൻ വേണ്ടിയാണ്. ഈ ജനറൽ കൺവെൻഷനിൽ വന്ന മുഴുവനും വിശ്വാസികൾ അറിയണം. കവലയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾ അറിയണം. യേശു ഇവിടെ വന്നത് നമ്മളെ കൊണ്ടൊരു പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ നേതാവായിട്ട് നമ്മളെ പിണിയാളുകളാക്കി തൻ്റെ പിന്നാലെ കൂട്ടാനല്ല, ഒരു പ്രത്യേക ശാസ്ത്രം എഴുതി ഉണ്ടാക്കാനല്ല, ഒരു പുത്തൻ ഇതിഹാസം ഉണ്ടാക്കാനല്ല. യേശു ഇവിടേക്ക് വന്നത് എന്തിനാണെന്നറിയാമോ? യേശു ഇവിടേക്ക് വന്നത് 4 കാര്യങ്ങളെ പരിച്ഛേദം നീക്കാനാണ്, മുച്ചൂട് നീക്കിക്കളയാൻ വേണ്ടിയാണ്. ഒന്നാമത് യേശു നീക്കിയത് സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്. സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത. ദൈവമേതാണെന്ന കാഴ്ചപ്പാടില്ലാതെ പലതിനെയും ചിലതിനെയും പ്രണയിച്ചും യാഗയോഗങ്ങളിലൂടെ പ്രസാദിപ്പിച്ചും ജീവിച്ചിരുന്ന മനുഷ്യനോട് അതല്ല ദൈവം, സത്യദൈവമുണ്ട്. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അതിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ഒരു സത്യദൈവമുണ്ടെന്ന വിവേകം നമുക്ക് തരാൻ എന്ന് പറഞ്ഞാൽ അതുവരെ ഇല്ലാതിരുന്ന അതുവരെ ഉണ്ടായിരുന്ന അജ്ഞതയുണ്ടല്ലോ, സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത, അത് നമ്മിൽ നിന്ന് നീക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ വാക്യം ശ്രദ്ധിക്കണം. ദൈവപുത്രൻ വന്നു.
വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. ആ വാക്യം എവിടെ? 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 20-ാമത് വാക്യമാണ്. ദൈവപുത്രൻ വന്നത് സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തരാൻ വേണ്ടിയാണ്. 1 യോഹന്നാൻ 5:20 ഒരിക്കലും മറക്കരുത്, ഒറ്റ വിശ്വാസിയും മറക്കരുത്. ദൈവപുത്രനായ യേശു ദൈവമായിട്ട് ഇവിടെ വന്നത്, മനുഷ്യനായിട്ട് ഇവിടെ വന്നത് സത്യദൈവത്തെ നമുക്ക് അറിയുവാനുള്ള വിവേകം തരാനാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 1:19-20 പറയുന്നത്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം എന്ത് ചെയ്തു പോയി? ഇരുണ്ടുപോയി. അവർ ദൈവമല്ലാത്തതിനെ ആരാധിച്ചു. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചിട്ട് അവരെ അശുദ്ധി കേൾപ്പിച്ചു. 1:24. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങൾ കേൾപ്പിച്ചു. 1:26. അതുകൊണ്ട് ദൈവം അവരെ ഉചിതമല്ലാത്തത് ജീവൻ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു. റോമാലേഖനം 1:28. അവർ റോമർ 1:24, 26, 28 വാക്യങ്ങളിൽ വിവേകമില്ലാത്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷാ നടപടികളുടെ 3 കിരാതത്വങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ഇത് നീക്കാനാണ് എൻ്റെ യേശു വന്നത്. സ്തോത്രം ചെയ്തിട്ട് അത് അനുഭവിക്കുന്നവർ ഈ യേശുവിൻ്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ദൈവം ആരായിരുന്നെന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ 2-3-4 തലമുറ പുറകോട്ടുള്ള അപ്പനപ്പൂപ്പന്മാർ ഏത് ദൈവത്തെയാണ് ആരാധിച്ചിരുന്നതെന്ന് അവർക്ക് തന്നെ നല്ല തിട്ടമില്ല. ഏതാണ്ടൊക്കെ പറയുമ്പോൾ ആ ശക്തികളെ, ആ സങ്കല്പങ്ങളെ ഒക്കെ പുറകെ അവർ പൊക്കൊണ്ടിരുന്നു. പക്ഷേ യേശുവിനെ നമ്മുടെ നെഞ്ചകത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ആരാണ് സത്യദൈവമെന്ന ബോധ്യം നമുക്കുണ്ടായത്. സിയോൻ സംഘം എന്ന പേരിൽ അഭിമാനിക്കുവാൻ വകയുള്ളൊരു കാര്യം നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാട്ടിത്തന്ന ആത്മീക ബോധമാണെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഇന്നലെ മീൻ വാങ്ങിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിക്ക് നമുക്ക് വീണ് കിട്ടിയതല്ല യേശുവിനെ. നമ്മുടെ പിതാക്കന്മാർ, അനുഭവമുള്ള പിതാക്കന്മാർ, മാതാക്കൾ നമുക്ക് ഓതിത്തന്ന ആത്മീക ദർശനം കർത്താവ് കൂടുതൽ കാഴ്ചപ്പാടായിട്ട് നമുക്ക് നൽകിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഘമായി നിൽക്കാനിടയായത്. കർത്താവ് തന്ന ആ മഹനീയമായിരിക്കുന്ന വെളിപ്പാടിനായി സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. അപ്പൊ യേശു ഒരിക്കൽ വന്നത് സത്യദൈവത്തെക്കുറിച്ച് അജ്ഞത നീക്കാനാണ്. രണ്ടാമത് എന്തോ നീക്കാനാ? പാപങ്ങളെ നീക്കാനാണ്. ജന്മപാപം, കർമ്മപാപമടക്കമുള്ള സകല കാര്യങ്ങളെയും നീക്കാൻ. മനുഷ്യൻ്റെ കീശയിലെ കാശിൻ കൊണ്ട്, അവൻ്റെ ബന്ധുബലം കൊണ്ട്, അവൻ്റെ രാഷ്ട്രീയ സ്വാധീനത കൊണ്ട്, അവൻ്റെ ശാസ്ത്ര സാങ്കേതിക മികവുകൾ കൊണ്ട് തള്ളിയാൽ നീങ്ങാത്ത ഒരു കാര്യമാണ് പാപം. അത് നീക്കാനാണ് യേശു വന്നത് എന്ന് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം. പാപങ്ങളെ നീക്കേണ്ടതിനവൻ വന്നു. റഫറൻസ് തെറ്റിക്കരുത് നിങ്ങൾ. ഞാൻ വായിപ്പിക്കാതെ പോകുന്നത് സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. വായിക്കാൻ മിടുമിടുക്കന്മാരിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനങ്ങ് പറഞ്ഞു പോകുന്നത് സമയം ലാഭിക്കാനാണ്. 1 യോഹന്നാൻ 3:5 വാക്യം, പാപങ്ങളെ നീക്കേണ്ടതിനവൻ പ്രത്യക്ഷനായി. അപ്പോൾ 1 സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നീക്കാൻ, 2 പാപങ്ങളെ നീക്കാൻ, 3 പാപത്തിൻ്റെ അനന്തരഫലമായ മരണം നീക്കാനാണ്. 2 തിമോഥെയോസ് 1:10 വാക്യത്തിൽ പറയുന്നു, ഇപ്പോൾ മരണം നീക്കി ജീവനും യും നൽകിത്തരാൻ വേണ്ടി പ്രത്യക്ഷനായ യേശു. അപ്പം മരണം നോക്കി. ഇതൊക്കെ കേട്ടിട്ടൊരു സ്തോത്രം പറയാൻ തോന്നുന്നില്ലേ? പാപം നീക്കി, പാപത്തിൻ്റെ അനന്തരഫലമായ മരണവും നീക്കി. 4ാമത് നീക്കിയത് എന്താണെന്നറിയാമോ? മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നീക്കാനാ വന്നത്. ഹല്ലേലൂയ. പിശാചിനെ യേശു നീക്കിയെന്നതിൽ സന്തോഷം എത്ര പേർക്കുണ്ട്? എവിടുന്ന് നീക്കിയെന്നാ? തൂങ്ങാമ്പാറയിൽ നിന്ന് നീക്കിയെന്നല്ല. പിശാച് ഇവിടെ തന്നെ ഉണ്ട്. പോങ്ങുമൂട്ടിലുണ്ട്, കാട്ടാക്കടയിലുണ്ട്, നെടുമങ്ങാടുണ്ട്, തിരുവനന്തപുരം ജില്ലയിലുണ്ട്, കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. പിന്നെ എവിടുന്ന് നീക്കിയെന്നാച്ചാ? എവിടുന്നായി നീക്കിയെന്നറിയാമോ? യേശുവിൻ്റെ നിർമ്മലവും നിഷ്കളങ്കവും വിലയേറിയതുമായ രക്തം കൊണ്ട് കഴുകപ്പെട്ട നിന്റെ ജീവിതത്തിൽ നീക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു അവകാശം പറയാനില്ലാത്ത വിധം മാറി നിൽക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ശരീരത്തിൽ, നിന്റെ തലമുറയുടെ മേലുള്ള ആധിപത്യത്തിൽ നീക്കിയിട്ടുണ്ട്. സ്ഥാവര ജംഗമ വസ്തുക്കളുടെ മേൽ അവൻ അവകാശം പറയാത്ത വിധം നീക്കിയിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നീ അതിന് വേലി ജാരിക്കൊടുക്കരുത്, നീ അതിന് ഏണി ജാരിക്കൊടുക്കരുത്. അവന് കസേര ഇട്ടുകൊടുക്കാതെ വിശുദ്ധിക്കും വേർപാടിനും അനുസരിച്ച് നിന്നാലുണ്ടല്ലോ, പിശാചിന് നിന്റെ മേൽ അവകാശമില്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇന്നും പിശാചെന്നും ബന്ധനമൊന്നും ഒക്കെ പറയുമ്പോൾ മുട്ടു തമ്മി കൂട്ടായ്മയായി പോകുന്ന വിശ്വാസികൾ ഇഷ്ടം പോലുണ്ട്.
മനസ്സിലായോ? ആ പാടെ അവർക്ക് പേടിയാണ് പിശാചെന്നൊക്കെ കേൾക്കാൻ. ദൈവത്തെക്കുറിച്ച് വലിയ പേടിയില്ല, പിശാചെന്നൊക്കെ കേട്ടാൽ ഭയങ്കര പേടിയാണ്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, പേടിക്കേണ്ടാത്ത വിധം പിശാചിനെ ദൈവം നീക്കിയിട്ടുണ്ട്. ജീവിതത്തെ സംശുദ്ധമായി കാവൽ കാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ പിശാചിന് പോലും ഒരു ദോഷവും പറയാനാവാത്ത നിലയിൽ ജീവിതത്തിൻ്റെ പവിത്രതയും പരിപാവനതയും അനന്യതയും നീതിയും വിശുദ്ധിയും വിശ്വസ്തതയും നമുക്ക് കാക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഒന്നിൻ്റെ മേലും പിശാച് അവകാശം പറയത്തില്ല. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പം ഈ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നീക്കുവാൻ മാത്രമല്ല, സ്തോത്രം, പാപങ്ങളെ നീക്കുവാൻ മാത്രമല്ല, മരണത്തെ നീക്കുവാൻ മാത്രമല്ല, പിശാചിനെ നീക്കുവാൻ ആണ് കർത്താവ് ഒരിക്കൽ വന്നത്, പാർത്തലത്തിലേക്ക് വന്നത്. സ്തോത്രം. ഇതിൻ്റെ ആകത്തുകയാണ് ഞാൻ പറഞ്ഞത്, ഇത്ര വലിയ രക്ഷ നമുക്ക് തരാൻ. എത്ര പേർക്ക് സന്തോഷമുണ്ടായി? ആ വാചകം നിങ്ങൾ മറക്കല്ലേ, ഇത്ര വലിയ രക്ഷ. ഒത്തിരി പ്രസംഗകർ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വിഷയത്തിൻ്റെ സ്കെൽട്ടൺ തരാം, നിങ്ങൾക്ക് വേണ്ടി ഒരു വിഷയത്തിൻ്റെ രൂപരേഖ തരാം, നിങ്ങളതിനെ ഡെവലപ്പ് ചെയ്യണം. ഞാൻ ഈ പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത്ര വലിയ രക്ഷ നമുക്ക് തരുവാൻ യേശു ഇത്ര വലിയ താഴ്ച അനുഭവിക്കേണ്ടി വന്നു. ഉണ്ടോ? എവിടെയായിരുന്നു കർത്താവ്? സ്വർഗത്തിൽ ദൈവമായി, ദൂതന്മാരുടെ ആരാധ്യനായി, ദൈവത്വത്തിൻ്റെ മഹത്വത്തിൽ കഴിഞ്ഞിരുന്നവൻ ഇത്ര വലിയ രക്ഷ നമുക്ക് തരാൻ ഇത്ര വലിയ താഴ്ച. എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലായവർക്ക് സ്തോത്രം പറയാൻ പറ്റും. രണ്ടാമതൊരു കാര്യം കൊണ്ട് പറയാം. ഇത്ര വലിയ രക്ഷ നമുക്ക് തരാൻ വേണ്ടി കർത്താവ് ഇത്ര വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഇത്ര വലിയ ശിക്ഷ. ഓ, എന്തായിരുന്നു ആ ശിക്ഷ? മരണശിക്ഷ. പത്രോസ് പറയുന്നു മരണശിക്ഷ. 1 പത്രോസ് 2:24 പറയുന്നു മരണശിക്ഷ ഏറ്റു എന്നാണ്. അത്ര വലിയ ശിക്ഷ. എന്താണ്? ഇത്ര വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന എന്തിനാണെന്നറിയാമോ? ഇത്ര വലിയ രക്ഷ നമുക്ക് തരാൻ വേണ്ടിയാണ്. ആ രക്ഷയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. സുഹൃത്തെ, താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, ഈ രക്ഷയിലേക്ക് താങ്കളെ ആഹ്വാനം ചെയ്യുന്നു. ഇത് സാധാ രക്ഷയല്ല, ഇത് നിത്യരക്ഷയാണ്. ഇത്ര വലിയ രക്ഷ തരാൻ യേശു ഇത്ര വലിയ ശിക്ഷ അനുഭവിച്ചു. 3-ാമത്തെ വാചകം പറയാം. ഇത്ര വലിയ രക്ഷ നമുക്ക് തരാൻ യേശു ഇത്ര വലിയ വഹനം. വാഹനമല്ല, വഹനം. വഹനം എന്ന് പറഞ്ഞാൽ എന്താ? ചുമന്നു. എന്തോ ചുമന്നു? യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ, ബാക്കി പറ, ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞ്. എന്തോ അവൻ ചുമന്നത്? പാപത്തെ ചുമക്കുക. അപ്പം ഇത്ര വലിയ രക്ഷയ്ക്ക് ഇത്ര വലിയ വഹനം. പാപം ചുമന്നു. പാപം ചുമന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വോത്രം പറയാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? 2 കൊരിന്ത്യർ 5:21 അറിയാൻ വയ്യാത്തതുകൊണ്ട്. 2 കൊരിന്ത്യർ 5:21 പറയുന്നത് പാപി അല്ലാത്തവനെ, പാപം ചെയ്യാത്തവനെ, പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കുകയായിരുന്നു. നമുക്ക് വേണ്ടി പാപമാക്കി. നാം ചുമക്കേണ്ട പാപമാണ് കർത്താവ് ചുമന്നത്. അതിൻ്റെ വാചകമാണ് ഞാൻ പറഞ്ഞത്. ഇത്ര വലിയ രക്ഷ തരാൻ ഇത്ര വലിയ വഹനം അനുഭവിക്കുക കർത്താവ്. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത ചിന്ത കൂടെ പറയാം. ഇത്ര വലിയ രക്ഷ നമുക്ക് തരേണ്ടതിന് ഇത്ര വലിയ സഹനം. ഇത്ര വലിയ സഹനം. ഹല്ലേലൂയ. സഹനം എന്ന് പറഞ്ഞാൽ എന്തുവാ? സഹിച്ചു. ഓ, പങ്കപ്പാട് ഭയങ്കരമായിരുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് രാത്രി ജനറൽ കൺവെൻഷന് കൂടിയ ദൈവമക്കൾ ആരും മറക്കാതിരിക്കാൻ 3 സ്ഥലനാമങ്ങൾ പറയാം. 1 ഗത്സമനെ, 2 ഗബ്ബഥ, 3 ഗോൽഗോഥ. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം 3 പദങ്ങളും ജി എന്ന അക്ഷരത്തിൽ. അതുകൊണ്ട് 3G എന്നോർത്തിരുന്നാൽ മതി. ഗത്സമനയുടെ പച്ചമണ്ണിൽ വീണ് കിടന്നാണ് നിലവിളിച്ചത്. ഗബ്ബഥായിൽ വെച്ചാണ് തല്ലി തകർക്കപ്പെടുന്നത്. ഗോൽഗോഥയിൽ വെച്ചാണ് കാരിലും ബാണയിൽ തറയ്ക്കപ്പെട്ട് പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഗത്സമനയും ഗബ്ബഥയും ഗോൽഗോഥായും യേശു സഹിച്ച സഹനങ്ങളുടെ വലിപ്പം നാം അറിയണം. എന്തിനാ? ഇത്ര വലിയ രക്ഷ നമുക്ക് തരാൻ ഇത്ര വലിയ സഹനം. ഹല്ലേലൂയ. പുറമടിച്ചുഴവുചാല് പോലെ കീറി, തല തല്ലി പൊളിച്ചു, മുഖത്ത് മുഷ്ടി ചുരുട്ടി ആഞ്ഞു കുത്തി, കാർക്കിച്ചു തുപ്പി, കന്നത്തടിച്ചു. ഓ,
എന്തെല്ലാം പങ്കപ്പാടുകൾ. അതെന്തിനാണെന്നറിയാമോ? എന്തിനാന്ന് പഠിക്കണം. നമ്മുടെ ധാർഷ്ട്യവും ധിക്കാരവും താൻപോരിമയും അഹന്തയും എല്ലാം മാറ്റിവെക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശുവിനോടൊപ്പം ഗത്സമനിലൊന്ന് നിൽക്ക്, യേശുവിനോടൊപ്പം ഗബ്ബഥായിലൊന്ന് നിൽക്ക്. അല്ലെങ്കിൽ ഗബഥ എന്ന് പറഞ്ഞാൽ അറിയാവോ എന്തുവാന്ന്? റോമൻ പ്രൊക്കുറേറ്ററായിരുന്ന പീലാത്തോസിൻ്റെ പ്രട്ടോറിയമാണ് ഗബഥ എന്ന് പറയുന്നത്. അതിൻ്റെ മലയാളം കൽത്തളമാണ്. ഗബഥ അരമിക് വേർഡാണ്. ആ ഗബഥയിൽ വെച്ചാണ് യേശു തകർക്കപ്പെടുന്നത്. യെശയ്യാ 53:10 പറയുന്നത് പോലെ അവനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 26:67 വാക്യം ആരും മറക്കരുത് ഒരിക്കലും. യെശയ്യാ 53:10, മത്തായി 26:67. അവർ അവൻ്റെ കന്നത്തടിച്ചു, മുഖത്ത് കാർക്കിച്ച്, മുഖത്ത് തുപ്പി, അവര് മുഷ്ടു ചുരുട്ടി കുത്തി എന്നൊക്കെ നമ്മൾ വായിക്കുന്ന ആ നരാധമത്വ നടപടികൾ കർത്താവിനെ കുറിച്ച് ചെയ്തത് മത്തായി 26:67 വാക്യമാണ്. മറക്കല്ലേ. 53:10 അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. തൂങ്ങാമ്പാറ കേട്ടിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്ന വാക്യം എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ? അവർ വടികൊണ്ട് അവൻ്റെ ചെകിട്ടത്തടിച്ചു. കൈകൊണ്ടല്ല, പിന്നെ എന്തോ കൊണ്ടാച്ചാ? വടികൊണ്ട്. ഒരാളുടെ ചെകിട്ടത്തടിക്കുന്ന എന്തോ കൊണ്ടാണ്? സാധാരണ ഒരാളുടെ ചെകിട്ടത്തിൽ അടി കൊടുക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് അടിക്കുക? കൈകൊണ്ടാ. പക്ഷേ യേശുവിൻ്റെ ചെകിട്ടത്തവർ വടി കൊണ്ടടിച്ചു. അങ്ങോട്ട് വാക്യം ആര് കണ്ടിട്ടുണ്ട്? ഇസ്രായേലിന്റെ ന്യായാധിപതി അവർ വടി കൊണ്ട് ചെകിട്ടത്തടിച്ചു. എന്താ കൈകൊണ്ടടിക്കാൻ? കൈകൊണ്ടടിക്കാൻ പറ്റില്ല. ആദ്യവാരൊക്കെ കൈകൊണ്ടടിച്ചിട്ടുണ്ട്. അതിനെ മത്തായി എഴുതിയിരിക്കുന്ന കന്നത്തടിച്ചു. പിന്നെ കൈകൊണ്ടടിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ആരൊക്കെയോ കന്നത്ത് കൈകൊണ്ടടിച്ചതിന് ശേഷം പിന്നെ ആരൊക്കെയോ കാർക്കിച്ച മുഖത്തേക്ക് തുപ്പി. കട്ടക്കഫവും തുപ്പലും കൂടെ ആ മുഖത്ത് അങ്ങനെ വല്ലാതെ പതിഞ്ഞിരിക്കും. ഇനി ആരെങ്കിലും കൈകൊണ്ടടിച്ചാൽ ആ തുപ്പലും കഫവും അവൻ്റെ കയ്യെ പറ്റും. അതുകൊണ്ട് പിന്നെ അടിക്കാൻ ഒരുമ്പെട്ടവരൊക്കെ കൈകൊണ്ടടിക്കാതെ വടി കൊണ്ടടിച്ചു. വടി കൊണ്ട് ചെകിട്ടത്തടി കിട്ടുമ്പോൾ ഉണ്ടല്ലോ, കവളല് പൊട്ടിപ്പോവും, അണപ്പല്ല് സെറ്റോടെ തകർന്നു പോവും. ആ വടിയുടെ അറ്റം ചെവിക്ക് കൊണ്ടാൽ ചെവിക്കുട ഇയർഡ്രം പൊട്ടിപ്പോവും. അത് കൺകോണിലെങ്ങാനും കൊണ്ടാൽ കൺമണി കലങ്ങിപ്പോവും. തലച്ചോറിന് ഡാമേജ് ഉണ്ടാവും. ഇതാണ് ചെകിട്ടത്ത് വടി കൊണ്ടടിച്ചാൽ. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, എന്തിനാ ഇതെന്നറിയാമോ? ഇത്ര വലിയ രക്ഷ നമുക്ക് തരാനാ. ഇത്ര വലിയ രക്ഷ തരാൻ, ഇത്ര വലിയ സഹനം. ക്രിസ്തു പരിജ്ഞാനത്തിൽ യേശു നിന്റെ രോഗം മാറ്റും, മുഴ മാറ്റും, വീക്കന്താക്കം, മുട്ടൽ, ചതവ്, പൊള്ളൽ, ഇതിനൊക്കെ സൗജന്യമായി ചികിത്സ തരുമെന്ന് കേൾക്കുമ്പോൾ ഒരു ആന്തോളനും ഒരു ഒച്ചപ്പാടും ബഹളവും ഒരു അല്ലേലിയായും ഒക്കെ ഉണ്ടല്ലോ. അത് മാത്രം പോരാ, അവൻ അനുഭവിച്ച സഹനത്തെക്കുറിച്ച് അറിയുമ്പോഴാ ആ പുണ്യത്തോട് ചേർന്ന് നിൽക്കാൻ, ഇനിയുള്ള ജീവിതം എൻ്റെ യേശുവിന് വേണ്ടി എന്ന് പറയാൻ, അവൻ എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും, അവൻ എന്നെ സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ യേശു മതി എന്ന തീരുമാനത്തിലേക്ക് വരാൻ ദിവസവും വേദികളിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു തരുന്ന സഹായങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരാവേശം ആളുകളുടെ ഉള്ളിലുണ്ട്. പക്ഷേ യേശുവിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും യേശുവിൻ്റെ സഹനത്തെക്കുറിച്ചും യേശു അനുഭവിച്ച വ്യഥകളെക്കുറിച്ചും കേൾക്കുമ്പോൾ മിണ്ടാതിരുന്ന് കളയുന്നവരെ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി സിയോൻ സംഘത്തിൻ്റെ ജനറൽ കൺവെൻഷനിൽ ഇമ്പങ്ങളുടെ തീരമണഞ്ഞ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് നൽകിത്തന്ന ഈ തിരുവചനത്തിൻ്റെ അധികാരം, ഇതിങ്ങനെ വേണം മക്കളെ പറയാനെന്ന് ഞങ്ങളെ നിർദ്ദേശിച്ച് ആ പിതാക്കന്മാർ ഏൽപ്പിച്ചു തന്നതായിരിക്കുന്ന മഹത്തായ ശുശ്രൂഷ, അതിനകത്ത് ഞങ്ങൾ ജനത്തെ ആവേശഭരിതരാക്കാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങളുടെ പ്രസംഗം കേട്ട് ചിരിക്കണമെന്നല്ല, നിങ്ങൾ ഞങ്ങളുടെ പ്രസംഗം കേട്ട് മാർഗിടണമെന്നല്ല, ഞങ്ങളുടെ പ്രസംഗം കേട്ട് നിങ്ങളുടെ കണ്ണ് നനയണം, കവിൾത്തടങ്ങൾ ഒഴുകണം, അന്തരംഗ പിടക്കണം. എനിക്ക് വേണ്ടി ഇത്ര വലിയ രക്ഷ തരാൻ എൻ്റെ യേശു അനുഭവിച്ച ഇത്ര വലിയ സഹനം. അക്കാരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. അല്പസമയം ഒരുമിച്ച് ഒന്ന് ആരാധിക്ക്. ഇത്ര വലിയ സഹനം അനുഭവിച്ച കർത്താവിനെ ഒന്ന് സ്തുതിക്ക്. നമ്മുടെ പത്രാസ് മാറ്റിവെച്ച്, നമ്മുടെ ദാഷ്ട്യം മാറ്റിവെച്ച്, നമ്മുടെ മുൻവിധികൾ മാറ്റിവെച്ച്, സഭയുടെയോ സംഘടനയുടെയോ അതിർവരമ്പുകളുടെ ഇടപാടുകൾ മാറ്റിവെച്ചുകൊണ്ട് കർത്താവിനെ അല്പസമയം ഒന്ന് സ്തുതിക്ക്. അവൻ അനുഭവിച്ച വേദന വലുതായിരുന്നു.
ബത്ലഹേം എഫ്രാത്തെ നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്ന് പ്രവചിച്ച പ്രവാചകൻ മീഖയാണ്. മീഖ 5:2 വാക്യം. യേശുവിൻ്റെ ജനനം കന്യകയിലൂടെ ആയിരിക്കുമെന്ന് പ്രവചിച്ചത് യെശയ്യാവാണ് 7:14. പക്ഷേ ആ ജനനം നടക്കാൻ പോകുന്നത് എഫ്രാത്തയിലെ ബത്ലഹേമിലാണെന്ന് മീഖ കൃത്യമായി പ്രവചിച്ചു 5:2. പക്ഷേ അതേ മീഖ 5:1 പറയുന്നു, ഇസ്രായേലിൻ്റെ ന്യായാധിപതി അവർ വടികൊണ്ട് ചെകിട്ടത്തടിച്ചു. മീഖ മാത്രം പ്രവചനദൃഷ്ടിയ കാണുന്ന മഹത്തായിരിക്കുന്ന കാഴ്ചപ്പാട് എഴുതി വച്ചിരിക്കുന്നത് യേശുവിനെ കുറിച്ച്. ഇസ്രായേലിൻ്റെ ന്യായാധിപതി യേശുവ. ആ യേശു അനുഭവിച്ച ഇത്ര വലിയ സഹനം ഇത്ര വലിയ രക്ഷ തരാൻ വേണ്ടിയാ. സ്തോത്രം ചെയ്താട്ടെ. ഇത്ര വലിയ രക്ഷ തരാൻ, ഇത്ര വലിയ ഒറ്റപ്പെടൽ, ഇത്ര വലിയ രക്ഷ തരാൻ, ഇത്ര വലിയ ഒറ്റിക്കൊടുക്കപ്പെടൽ, ഇത്ര വലിയ രക്ഷ തരാൻ, ഓ എൻ്റെ കർത്താവ് ഇത്ര വലിയ മരണം അനുഭവിച്ചു. ഹല്ലേലൂയ. ആ മരണമാണ് നമ്മുടെ മരണം മാറ്റിയത്. നമ്മുടെ മരണം മാറ്റിയെന്ന് പറഞ്ഞാൽ രണ്ടാം മരണം, നിത്യമരണം മാറ്റിത്തന്ന കർത്താവ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 11:25 പറയുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ രണ്ടാം മരണം മാറ്റിത്തന്നത് ഓർത്ത കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മളെല്ലാം മരിക്കും. പിന്നെ മരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ പിതാക്കന്മാർ ഒത്തിരി പേര് മരിച്ചില്ലേ, മാതാക്കൾ ഒത്തിരി പേര് മരിച്ചില്ലേ. ഇന്ന് ഞാൻ എൻ്റെ തൊട്ടടുത്ത് ഒരു അയൽവാസിയുടെ മരണ ശുശ്രൂഷയിൽ കൂടിയിട്ടാണ് വരിക. തലേ ദിവസം ഇന്നലെയല്ല മെനഞ്ഞാന്ന് അദ്ദേഹം ഒരു തടിപ്പണിക്കാരനാണ്, 42 വയസ്സേ ഉള്ളൂ. തടിപെട്ടി മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കഷ്ണം അവിടെ നിന്ന് ഇങ്ങനെ ഒടിഞ്ഞ് വരുന്നത് കണ്ട് കൂട്ടുകാർ പറഞ്ഞു മാറിക്കോളാൻ പറഞ്ഞു. ആ ഒടിഞ്ഞു വരുന്ന സംഭവത്തെ എൻ്റെ മുമ്പിൽ നിന്ന് മാറാതെ പുള്ളി അവിടെ അങ്ങനെ നിന്നു കൊടുത്തു. അത് കൃത്യം തലയ്ക്ക് വന്ന് കൊണ്ടിട്ട് അവിടെ വെച്ച് തന്നെ തൽക്ഷണം അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ മരണമെന്ന് പറയുന്നത് ഏത് സമയത്തും ഒരു കോമാളിയെപ്പോലെ നമ്മളെ വന്ന് പിടികൂടാം, മരണത്തിൻ്റെ തണുത്തകരം. പക്ഷേ ദൈവമക്കൾക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ചാലും നാം ജീവിച്ചു വരും. യേശുവിൽ മരിക്കുന്നവൻ ജീവിച്ചു. ആ പ്രത്യാശ എത്ര പേർക്കുണ്ട്? ആ പ്രത്യാശ ഉള്ളവരാണ് ക്രൈസ്തവ ജനത എന്നുള്ള കാര്യം മറന്നു പോകരുത്. മരിച്ചാലും നമ്മൾ ജീവിക്കും. ഇനി നാട്ടുകാരുടെ ഒരു വിവരം ഞങ്ങൾ വേദപുസ്തകത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാം. മരിച്ചിട്ട് ജീവിക്കുന്നത് ഇവിടുത്തെ എലിയായി, പുലിയായി, പഴുതാരയായി, ചിത്രശലഭമായി, നരിയായി, നരിച്ചേറായിട്ടൊന്നുമല്ല. യേശു ഉയർത്തതുപോലെ അമർത്യതയുടെ നവയൗവനം പ്രാപിച്ച് തന്നെ ഉയർത്തു വരിക. കാരണം മനുഷ്യജന്മം പോലെ ഏറ്റവും ഉത്തമവും ഉദാത്തവും ഉന്നതവും ഉത്കൃഷ്ടവുമായ ജന്മം വേറെയില്ല. അതുകൊണ്ട് മനുഷ്യനായി ജനിച്ചിട്ട് നാളെ ഇവിടെ നായായോ കുറുനരിയായിട്ടോ ഒന്നും ജനിക്കേണ്ടതില്ല. അതുകൊണ്ട് മനുഷ്യനായിട്ട് ഇവിടെ ജനിച്ച കാലത്ത് ഞങ്ങളിവിടെ ജീവിച്ചു, ക്രിസ്തുവിനെ കൈക്കൊണ്ടു. ക്രിസ്തു ഏകരക്ഷകൻ, ഏക കർത്താവ്, ഏകദൈവം, ഏക അവതാരം, ഏകരക്ഷകൻ എന്നൊക്കെയുള്ള ആത്മീയ ആശയത്തിൽ ഞങ്ങൾ നിന്നു. ക്രിസ്തുവിലാണ് ഞങ്ങൾ ജീവിച്ചത്. ക്രിസ്തുവിൻ്റെ ഔന്നത്യം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ പരിജ്ഞാനപൂർത്തി പ്രാപിച്ചാണ് ജീവിക്കുന്നത്. ഇന്നും അങ്ങനെയാണ് ജീവിക്കുക. ക്രിസ്തുവിന് വേണ്ടാത്തത് ഞങ്ങൾക്ക് വേണ്ട, ക്രിസ്തുവിന് വേണ്ടുന്നത് ഞങ്ങൾക്ക് വേണം. അത് എന്ത് ലാഭം മാറ്റിവെച്ചിട്ടാണെങ്കിൽ ക്രിസ്തുവിന് പ്രസാദമാകുമാർ ജീവിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഉറപ്പുണ്ട്, നെഞ്ചകത്തിനകത്ത് ഇന്നും മരിച്ചാൽ കർത്താവ് കാഹളം മുഴക്കി വരുമ്പോൾ ഞങ്ങൾ ഉയർത്തു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. 99-ാമത്തെ വയസ്സിൽ മരിച്ച ഞങ്ങളുടെ ഒരു പിതാവോ ഞങ്ങളുടെ മാതാവോ 99-ന്റെ വാർദ്ധക്യത്തോടെ അല്ല എഴുന്നേറ്റ് വരിക. 1 വയസ്സിലോ 6 മാസത്തിലോ 2 വർഷത്തിലേക്കോ ഒക്കെ പ്രായമുള്ളൊരു കുഞ്ഞ് മരിച്ചു പോയാൽ മലക്കപ്രായത്തിൽ മുട്ടയിൽ എഴഞ്ഞല്ല കയറി വരിക പുനരുദ്ധാനം. യേശു ഉയർത്തെഴുന്നേറ്റ പക്വതയിലും ഭാഗത്തിലും അവൻ ഉയർത്തു വരും. വചനം അങ്ങനെ പറയുക. അതുകൊണ്ട് മരിച്ചവരെ ഓർത്ത് വേവലാതിപ്പെടേണ്ടതില്ല. നമ്മളവരെ വീണ്ടും കാണും. ഇമ്പങ്ങളുടെ തീരത്ത് സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിത വീഥികളിൽ നാം ഒരുമിച്ച് കർത്താവിനോട് കൂടെ അവിടെ ആയിരിക്കും. ആ പ്രത്യാശയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പൊ യേശു നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് നമ്മുടെ മരണം അവൻ നീക്കി. ഇനി കേൾക്കണം, ഞാൻ നേരെ ജമ്പ് ചെയ്യുന്നു എഫെസ് ലേഖനത്തിലേക്ക്. ഇത്ര വലിയ രക്ഷ തരാൻ, ഇത്ര വലിയ മരണം അനുഭവിച്ച നമ്മുടെ കർത്താവിനെ ദൈവം ഇത്ര വലിയ ഉയർപ്പ് നൽകി മാനിച്ചു. ആമേൻ. യേശു എന്തോ ചെയ്തു? മരിക്കുക മാത്രമല്ല, പിന്നെന്തോ ചെയ്തു? ഉയർത്തെഴുന്നേറ്റ്. എഫെസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. എഫെസർ 1:20 മുതൽ 19 മുതൽ വായിക്കണം. അപ്പോഴേ ആശയത്തിൻ്റെ പൂർണ്ണത കിട്ടുകയുള്ളൂ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് എന്തോ ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മിലേക്ക് വ്യാപരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്. അത് ഏത്?
ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവശക്തിയുടെ വല്ലഭത്വമുണ്ടല്ലോ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്, നമ്മളെ അതിലാക്കിയിരിക്കുന്നത് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല. ഈ ശക്തിയാണ് നമ്മെ ചിലതിനകത്തൊന്ന് എഴുന്നേൽപ്പിക്കുന്നത്. നമ്മളെ അടച്ചു വച്ചിരിക്കുന്ന ചിലതിനകത്തൊന്ന് പുറത്തു കൊണ്ടുവരുന്നത് ഈ ശക്തിയാണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? നിന്നെ ഒതുക്കി നീ പുറത്തു വരാൻ പാടില്ല. ഒരു ദുർവ്യാധി പിടിച്ച് നീ കിടപ്പിലായിപ്പോയി. ഇനി നീ ഉപ്പൂറ്റി ഉറപ്പിച്ച് നിൽക്കത്തില്ല. തൂങ്ങാമ്പാറയിലും പോങ്ങുമൂട്ടിലും കാട്ടാക്കടയിലൊന്നും നീ ഇറങ്ങത്തില്ല. അവനെ ഞാൻ കിടത്തി, അവളെ ഞാൻ കിടത്തി എന്നൊക്കെ പറഞ്ഞ് ശത്രു ഇങ്ങനെ ആഘോഷിക്കുക. പക്ഷേ ഒരു ശക്തി ഉണ്ട്. ഏതാണെന്നറിയാമോ? അടച്ചു വെച്ചിരിക്കുന്നതിനകത്തൊന്ന് പുറത്തു കൊണ്ടുവരുന്നൊരു ശക്തി ഇന്ന് രാത്രി അത് ഗ്രൗണ്ടിൽ വ്യാപരിപ്പിക്കപ്പെടുന്നുണ്ട്. നാഡീ ഞരമ്പുകളിൽ, അസ്ഥിവ്യൂഹങ്ങളിൽ, മാംസപേശികളിൽ, ഓരോ കോശങ്ങളിലും, ഓരോ ഉള്ളങ്ങളിലും ആ ശക്തി വ്യാപരിക്കുമ്പോൾ റോമാ സാമ്രാജ്യം അടച്ചു വെച്ച ആ കല്ലറയ്ക്കകത്തു നിന്ന് എൻ്റെ യേശുവിനെ പുറത്തു കൊണ്ടുവരുവാൻ പര്യാപ്തമായ ദൈവശക്തി ഇന്ന് രാത്രി ചില ശരീരങ്ങളിലേക്ക് വ്യാപരിപ്പിക്കപ്പെടുകയാണ്. ചില ശരീരങ്ങളിലേക്ക്, ചില ഉള്ളങ്ങളിലേക്ക് അത് വ്യാപരിക്കപ്പെടുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരുടെ കർത്താവിനെ സ്തുതിക്ക്. നിന്നെ ഒതുക്കാനും ഒടുക്കാനും ഒരു ശത്രുവിനും ആവില്ല. ദുർമന്ത്രവാദത്തിൻ്റെ ശക്തികൾക്ക് നിന്നെ ഒതുക്കിക്കളയാനാവില്ലെന്ന്, നിന്റെ തലമുറയുടെ നന്മ തടയാനാവില്ലെന്ന്, നിന്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തെ തടഞ്ഞു വയ്ക്കാനാവത്തില്ലെന്ന്, നിന്റെ ഗർഭപാത്രത്തിനകത്ത് പോരിട്ട് വ്യാപരിക്കുന്ന ഒരു കുഞ്ഞ് നീ കാണാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു കൂട്ടിയ ചെയ്ത്തു ദോഷങ്ങൾ, പ്രവൃത്തി ദോഷങ്ങൾ, വിളിച്ചു ചൊല്ലലുകൾ, നേർച്ച കാഴ്ചകൾ, ചില ദുഷ്ടശക്തിയുടെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രി കർത്താവ് മാറ്റുകയോ. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നിന്റെ ഉള്ളിൽ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. ഹാർട്ടിന്റെ വാൽവിന്റെ മേൽ പ്രവർത്തിക്കുന്ന, യൂട്ടസിനകത്ത് ഫൈബ്രോയിഡിന്റെ മേൽ ഹല്ലേലൂയ ദൈവശക്തിയുടെ പ്രവൃത്തി വെളിപ്പെടുകയോ. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കുന്നവർക്ക് അത് അനുഭവമായി മാറും. ഞങ്ങൾ ദൈവദാസന്മാർ ഇവിടെ നിന്ന് ഇറങ്ങി നിങ്ങളുടെ തലയിലൊന്നും തൊടേണ്ട കാര്യമില്ല. വചനം നീ വിശ്വാസത്തോടെ കൈക്കൊണ്ട് അതിനെ അങ്ങോട്ട് ഏറ്റെടുത്താൽ ആ വചനം നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കപ്പെടാനിടയാകും. വചനം വ്യാപരിച്ചാൽ സൗഖ്യത്തോടെ മടങ്ങും. വചനം വ്യാപരിച്ചാൽ ബലഹീനത ഇവിടെ ഇട്ടിട്ട് നീ ആരോഗ്യത്തോടെ പോകാനിടയാകും. കുഞ്ഞെ, മോളെ, നിന്റെ ബുദ്ധിമണ്ഡലത്തെ കർത്താവ് ഈ ശക്തി കൊണ്ട് അനുഗ്രഹിക്കുക. മോനെ, നിന്റെ ഓർമ്മക്കേടിനെ കർത്താവ് മാറ്റുകയാണത്. വിദ്യാഭ്യാസ മണ്ഡലം നിനക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന നിന്റെ ഓർമ്മക്കേടുണ്ടല്ലോ, പഠിച്ച മനസ്സിലാകാത്ത ഒരു ഇടപാടുണ്ടല്ലോ, പഠിക്കാനുള്ള ബുദ്ധിയില്ലാതെ, സ്വയമായ താല്പര്യമില്ലാതെ നീ ഉൾവലിഞ്ഞു പോകുന്ന ചില അനുഭവമുണ്ടല്ലോ, അത് മാറ്റിയിട്ട് കർത്താവ് ഈ ശക്തി കൊണ്ട് നിന്നെ നിറയ്ക്കുക. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ഈ എക്സീഡിംഗ് ഗ്രേറ്റ് പവർ, ഹല്ലേലൂയ, കടത്തിന് മേൽ കടമായി എങ്ങനെ വീട്ടുമെന്നറിയാൻ വയ്യാതെ നാട്ടം തിരിയുന്ന സുഹൃത്തുക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെയും ഇവിടെ ഇരുട്ടിൻ്റെ മറവിൽ ജീവിതം ഇങ്ങനായാൽ എങ്ങനെ ആകുമെന്നോർത്ത് നീ നിരാശപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങളൊരു സന്തോഷ വാർത്ത പറയുക. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന കർത്താവ് നിന്റെ കടക്കണിയിൽ നിന്നെ എഴുന്നേൽപ്പിക്കും. നീ ആയിരിക്കുന്ന ചില വല്ലാത്ത വ്യാപാരങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ പൊക്കുമെന്ന്, നിന്നെ അടച്ച ചില വല്ലാത്ത കേട്ടുപാടിൽ നിന്നെ പോക്കാൻ കഴിയുന്ന ദൈവശക്തി വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം പറയുന്ന കണ്ടോ, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും. ക്രിസ്തു പരിജ്ഞാനത്തിൻ്റെ മഹത്വരമായിരിക്കുന്ന ഒരു ഭാഗമാണ് എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെ. വിവരിച്ച് നിൽക്കാൻ നേരമില്ല. സ്തോത്രം. വിവരിക്കണമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ജനറൽ കൺവെൻഷനല്ലേ, വചനം കേട്ടാൽ ഉടനെ ആരാധിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. ദൈവമക്കളോടുകൂടെ ഇങ്ങനെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നാളെ രാവിലെ 8 മണി മുതലുള്ള ഒരു യോഗത്തിൽ എനിക്ക് പ്രസംഗിക്കണം. എവിടെയെന്നറിയാമോ? നിലമ്പൂർ, അങ്ങ് മലപ്പുറം എത്തണം ഈ രാത്രിയിൽ. സ്തോത്രം. സൈമൺ സാറിനോട് നേരത്തെ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ തമ്പാനൂർ എത്തിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. വണ്ടി ബുക്ക് ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയെ കയറി പോയാൽ മതിയായിരുന്നെങ്കിൽ ഞാൻ കുറേ നേരം കൂടെ ഇവിടെ നിന്നേനെ. പക്ഷേ ബുക്ക് ചെയ്തിട്ട് വന്നതുകൊണ്ട് എനിക്ക് നിലമ്പൂർ എത്തണമെന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ നിങ്ങളെക്കാൾ ധൃതിയില്ല. പക്ഷേ വചനത്തിൻ്റെ ചിന്തകൾ ഇങ്ങനെ മാല പോലെ ഓരോന്നോരോന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ വണ്ടി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നൊരു ചിന്തയും കൂടെ എൻ്റെ ഉള്ളിലുണ്ട്. നാളെ ഞായറാഴ്ച നിങ്ങൾക്കെല്ലാം ആരാധിക്കേണ്ടതാണെന്നുള്ളത് കൊണ്ടും കൂടെ ഓർക്കുമ്പം രണ്ടിനാൽ ഞെരുങ്ങുന്നു പൗലോസ് പറഞ്ഞതുപോലെയാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ എഫെസ്യ ലേഖനം 1:20 മുതൽ അങ്ങോട്ട് വായിക്കുമ്പം മരിച്ചവരുടെ ഇടയിൽ നിന്നവനെ പൊക്കിയിട്ട് സകല വാഴ്ചകൾക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും ശക്തിക്കും 4 കാര്യം പറയുന്നുണ്ട്. സകല വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തി, കർത്തൃത്വം, മീതയല്ല
അത്യന്തം മീതെ, ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ള ലോകത്തിലും അവനെ തന്നെ ഉയർത്തി സകലത്തെയും അവൻ്റെ കാൽക്കീഴയാക്കി, അവനെ സകലത്തിനും മീതെ താലയാക്കി, എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായി അവൻ്റെ ശരീരമായി സഭയ്ക്ക് അവനെ താലയാക്കി വെച്ചിരിക്കുന്നു. ക്രിസ്തു പരിജ്ഞാനത്തിൻ്റെ സമുജ്വലമായിരിക്കുന്ന വേദഭാഗങ്ങളാണത്. എന്താ വാഴ്ച, എന്താ അധികാരം, എന്താ ശക്തി, എന്താ കർത്തൃത്വം! ഈ ലോകത്തിലെ സകല വാഴ്ചകൾക്കും മീതെയാണ് എൻ്റെ കർത്താവ്. കർത്താവ് ഒരുവനെ ഉയർത്തിയാലുണ്ടല്ലോ, ദൈവം ഒരുവനെ തൻ്റെ ശക്തിയാൽ ഉയർത്തിയാൽ അവൻ ആരുടെയും കക്ഷത്തിൻ്റെ കീഴിലല്ല, അവൻ ആരുടെയും അടിമത്വത്തിലല്ല. ദൈവദാസന്മാരോട് ഞാൻ പറയാം, ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം വേറൊരുത്തൻ്റെ ആധീശത്വത്തിൽ കൊണ്ട് പണയപ്പെടുത്തരുത്. കർത്താവ് തന്ന അഭിഷേകത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടെ നിന്നോണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യക്തമായ ബോധ്യം പ്രാപിച്ച് കരുതലോടെ നീക്കാൻ കഴിയണം. ഒരു ശക്തി നമ്മുടെ മീതെ ആധിപത്യം ചെലുത്താൻ അനുവദിക്കരുത്. ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കണം. ഇങ്ങോട്ട് തിരി, അങ്ങോട്ട് തിരി, ഇടത്തിയാനെ വലത്തിയാനെ എന്നൊക്കെ പറഞ്ഞ് വമ്പൻ ആനയെ നിയന്ത്രിക്കുന്ന പാപ്പാനെ കണ്ടിട്ടുണ്ടോ? മൊത്തത്തിൽ തൂക്കിയാൽ, ഇട്ടുകൊണ്ട് നടക്കുന്ന ചെരുപ്പടക്കം തൂക്കിയാൽ 45 കിലോ തൂങ്ങത്തില്ല. ആ പുള്ളിയാണ് 1, 2, 3, 4 ടൺ ഭാരമുള്ള ആനയെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാ ആത്മീയ ലോകത്തിലെ ഏറ്റവും വലിയ ഗതികേടിതാ. പ്രസംഗിക്കാൻ അറിയാം, ശുശ്രൂഷിക്കാൻ അറിയാം, ലീഡ് ചെയ്യാൻ അറിയാം, പക്ഷെ അങ്ങനെയുള്ള പലരെ മൂക്ക് കയറിട്ട് വ്യാപരിക്കുന്ന ചില പോരുകളുണ്ട്. ആത്മശക്തി അകത്ത് വ്യാപരിക്കുമ്പോൾ ഈ കേട്ടുപാടുകളെ, മൂക്കുകയറുകളെ പൊട്ടിച്ചുകൊണ്ട് മുൻപോട്ട് കയറാൻ കഴിയണം. അഭിഷേകത്തിന്റെ ശക്തിയോടെ ഒരു വ്യക്തിയുടെയും അധീനതയിലാകരുത്. യെസ്, ഹല്ലേലൂയ. ക്രിസ്തു പരിജ്ഞാനത്തിലെ ഏറ്റവും മഹത്വരമായൊരു കാര്യം അതാണ്. അതുകൊണ്ട് ആരെയും ആദരിക്കരുത്, നേതൃത്വത്തെ ആദരിക്കരുതെന്നും ഞാൻ പറഞ്ഞാൽ അർത്ഥമില്ല. നേതൃത്വത്തെ ആദരിച്ചോണം. നമുക്ക് മുൻപ് ഈ രണാങ്കണത്തിൽ ഇറങ്ങിയവരെ ആദരിച്ചോണം, അവർക്ക് വിധേയപ്പെട്ടോണം. അവരുടെ മുമ്പേ കയറി പോകരുത്. അവരോട് ചോദിക്കണം ആലോചന. നമ്മളെക്കാൾ അവർക്കാണ് ഏറ്റവും മെച്ചമായ അനുഭവജ്ഞാനമുള്ളത്. അതിന് ഞാൻ ഏറ്റവും പറ്റിയൊരു ഉദാഹരണം പറയാം. വണ്ടി പോയാലും വേണ്ടിയല്ല, ആ ഉദാഹരണം കൂടെ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണേ. മോവാബ്യ ദേശത്തു നിന്ന് 55 കിലോമീറ്റർ താണ്ടി ബത്ലഹേമിലെത്തിയ ഒരു പെങ്കൊച്ചിനെ അറിയാവോ? എന്തോ പേര്? രൂത്ത്. രൂത്ത് ബോവസിൻ്റെ കണ്ടത്തിൽ പെറുക്കാൻ ഇറങ്ങി. അമ്മാവിയമ്മയ്ക്ക് ആഹാരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണ്. 2 വയറ് കഴിയണം. കണ്ടത്തിലിറങ്ങി അവളോട് ബോവസ് എന്ന് പറയുന്നൊരു സുവിശേഷമുണ്ട്. എന്താണെന്നറിയാമോ? രൂത്തിൻ്റെ പുസ്തകത്തിൽ ബോവസിൻ്റെ സുവിശേഷമുണ്ട്, രൂത്തിൻ്റെ സുവിശേഷമുണ്ട്, നവോമിയുടെ സുവിശേഷമുണ്ട്. അങ്ങനെ രൂത്തിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ സുവിശേഷാത്മകമാണ്. അതിൽ ബോവസ് രൂത്തിനോട് പറയുന്നൊരു സുവിശേഷമുണ്ട്. മകളെ, വേറൊരു വയലിൽ നീ എന്ത് ചെയ്യണ്ട, പോകണ്ട. ഈ വയലിൽ നീ എന്ത് ചെയ്യണ്ട, വിടണ്ട. അതൊക്കെ നല്ല ചിന്തകളാണ്. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ കൊയ്ത്തുകാരുടെ പിന്നാലെ നിന്നോണം. എവിടെ നിന്നോണം? മുമ്പിൽ കയറി പെറുക്കരുത്. നീ എവിടെ നിൽക്കണം? ഈ പിന്നാലെ നിൽക്കാനാണ് ഈ പലർക്കും ഇന്ന് പറ്റാതെ പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നീ മോവാബിലെ ജനിച്ച് വളർന്നത്, അവിടുത്തെ കണ്ടമേ നിനക്ക് പരിചയമുള്ളൂ. ബത്ലഹേമിലെ കണ്ടത്തിൻ്റെ പുതയിലെവിടെ, കല്ലെവിടെ, കുഴി എവിടെ എന്നൊന്നും നിനക്കറിയത്തില്ല. നിനക്ക് മുമ്പ് ഈ കണ്ടത്തിൽ ഇറങ്ങിയവർക്ക് അതറിയാം. അതുകൊണ്ട് നീ അവരുടെ പിന്നാലെ നിന്നോണം. ഇളമുറക്കാരായ സകല ദൈവദാസന്മാരോടും ദൈവദാസിമാരോടും ഞാൻ പറയാം, കണ്ടത്തിൽ പരിചയമുള്ളവൻ്റെ മുമ്പേ കയറി നീ ശുശ്രൂഷിക്കണ്ട, അവൻ്റെ പിന്നാലെ നിന്ന് ഗുണം വരാൻ വേണ്ടിയായി പറയുക. സ്തോത്രം. എനിക്ക് 4 സങ്കീർത്തനം അറിയാം. ഞാൻ ബൈബിളിൽ പഠിച്ച് എനിക്ക് BTH ഉണ്ട്, DTH ഉണ്ട്, MDH ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പച്ചന്മാരുടെ മുമ്പേ ഒന്നും കയറി പോകരുത്. അവരുടെ പിന്നാലെ നിന്ന് ചോദിക്കണം, വാട്ട് ഷാൽ ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ വി ഡു? ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കാൻ കഴിയുന്ന എനിക്ക് പിതാക്കന്മാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ പിതൃതുല്യമായി സ്നേഹിക്കുന്ന, ഗുരുതുല്യമായി സ്നേഹിക്കുന്ന MA പൗലോസ് പാസ്റ്ററാണോ അവിടെ ഇരിക്കുന്നത്? സ്വോത്രം. ഈ നാട്ടിൽ വന്ന് ആദ്യം ഞാൻ പരിചയപ്പെട്ട, പിതൃതുല്യമായി ഞാൻ പരിഗണിക്കുന്നൊരു മഹാനായ ദൈവദാസൻ. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോഴേ വ്യക്തമല്ല മുഖം, അതുകൊണ്ടാണ് വൈകിപ്പോയത്. സ്തോത്രം. ഞാൻ ആദരിക്കുന്ന ഒത്തിരി പിതാക്കന്മാരുണ്ട്. അവരോട് ചോദിക്കാറുണ്ട്, വാട്ട് ഷാൽ, എങ്ങനെ ചെയ്യണം, എങ്ങനെ പറയണം.
ഈ ശീലാസ് പാസ്റ്ററൊക്കെ ഇരിക്കുന്ന വേദിയിൽ ഇതൊക്കെ പറയാമെന്ന് പറയുന്നത് എന്നാ പാടാന്നറിയാമോ? വേദോസം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പുസ്തകം തുറക്കാതെ പറയാനറിയാവുന്ന ഒരു ദൈവദാസൻ്റെ മുമ്പിൽ ഞങ്ങൾ ഈ ഇളമുറക്കാർ നിന്ന് പറയുമ്പോൾ അത് ഭയങ്കര പാട് തന്നെയാണ്. എന്നാലും അവരുടെ ഒരു ബ്ലെസ്സിങ് ഞങ്ങളുടെ മേലൊക്കെ ഉണ്ട്. എന്നെ ഈ നാട്ടിലൊക്കെ ആദ്യം പ്രസംഗിക്കാൻ വേദി തന്ന ഇവിടുത്തെ നമ്മുടെ ഓഡിറ്റോറിയം കൃപ ഓഡിറ്റോറിയം അല്ലേ. കൃപ ഓഡിറ്റോറിയത്തിൽ ഞാൻ എത്ര പ്രസംഗിച്ചു, എം എ പൗലോസ് പാസ്റ്റർ തന്ന എത്ര യോഗങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹ ശുശ്രൂഷ കർത്താവിൻ്റെ വിലയേറിയദാസൻ അനുഗ്രഹിത പ്രഭാഷകൻ ജെയ്സ് പാണ്ടനാടിന് ആ കുഞ്ഞിനെ കൈപിടിച്ചു കൊടുത്ത് ദ ഗ്രേറ്റ് കവനൻ്റ് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം വരെ അദ്ദേഹം എനിക്കത് തന്നത്. സ്തോത്രം. പരിചയത്തിൽ ഒത്തിരി ദൈവദാസന്മാരുണ്ടായിട്ടും അദ്ദേഹം എനിക്കത് തന്നത്. ഞാൻ ഇപ്പോഴാണ് അദ്ദേഹത്തെ ശരിക്ക് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഗ്ലാസിൻ്റെ റിഫ്ലക്ഷനും ഈ വെട്ടത്തിൻ്റെ കീഴിൽ ഞാൻ അങ്ങോട്ട് നിൽക്കുമ്പോഴും വ്യക്തതയുണ്ടായില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഓർമ്മ വന്നതാണ്, ഒരു തോന്നലുണ്ടായത്. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. നമുക്ക് മുൻപേ രണാങ്കണത്തിലിറങ്ങിയവരെ വിസ്മരിക്കരുത്, അവരെ ആദരിച്ചോണം. ഒരു വർഷമെങ്കിലും സീനിയോറിറ്റി ഉള്ളവരെ മറക്കരുത്. ചോദിക്കണം എങ്ങനെയാ എന്താ എന്ന് ചോദിച്ച് അവരിൽ നിന്ന് ട്യൂഷൻ കിട്ടി വേണം നിൽക്കാൻ. അതാ ദൈവാനുഗ്രഹം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, കർത്താവ് നമ്മളെ ഉയർത്തിയാൽ നമ്മളങ്ങ് ഉയർത്തപ്പെടും. ഉയർത്തപ്പെട്ടാൽ വേറെ ആരുടെയും കീഴിലായി പോകരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുൻപ് ഇറങ്ങിയവരുടെ അനുഭവ സമ്പത്ത് ഏറ്റെടുത്ത് നന്മയായി മുൻപോട്ട് പോകാനും കഴിയണം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും. അപ്പം കർത്താവ് ജഡധാരണം ചെയ്തത് ഇത്ര വലിയ രക്ഷ സമ്മാനിക്കാനാണ്. ആ ജഡധാരണം ചെയ്ത കർത്താവിനെ ഇത്ര വലിയ ഉയർപ്പ് കൊണ്ട് ദൈവം മാനിച്ചു. ആ ഉയർത്തപ്പെട്ടവൻ്റെ ഔന്നത്യമാണ് എഫെസ്യ ലേഖനം പറയും. ഒടുവിൽ ഒരു കാര്യം കൂടെ ഞാൻ കൊലോസ്യ ലേഖനത്തിൽ എന്ന് പറഞ്ഞങ്ങ് നിർത്താം. കൊലോസ്യ ലേഖനം 3:4 വായിക്കുന്നത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പം ജഡധാരണം ചെയ്ത ക്രിസ്തു ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ നീതിയായി ഉയർത്തിയെന്ന സ്വർഗസ്ഥലങ്ങളിലേക്ക് ഏറ്റവും മീതെ ഉയർത്തി. ഇനിയും പരുവത്തിനോട് സാധനം കിട്ടി ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ ഇരിക്കുന്നില്ല, നമ്മെ ചേർക്കാൻ ഇറങ്ങി വരും. എത്ര പേർക്ക് പ്രതീക്ഷയുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? നമ്മെ ചേർക്കാൻ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയതാ സുഹൃത്തെ. തൂങ്ങാമ്പാറയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ സുഹൃത്തുക്കളോട് പറയാം, എൻ്റെ കുഞ്ഞനുജന്മാരോട്, ജ്യേഷ്ഠ സഹോദരങ്ങൾ, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ സ്നേഹിതരോട് ഞാൻ പറയാം, ദേ കർത്താവ് മടങ്ങി വരുമെന്നുള്ളത് ഏറ്റവും അനുഗ്രഹിതമായ പ്രത്യാശയാണ്. ഹല്ലേലൂയ. കർത്താവ് വരുന്നത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ വീണ്ടും ഫിലിപ്പിയ ലേഖനത്തിൽ വന്ന് നിർത്താം. സ്വർഗത്തിൽ നിന്ന് വരിക. സ്തോത്രം. ഇവിടെ യഹൂദ മര്യാദ പ്രകാരം അടക്കം ചെയ്ത യേശു സ്വർഗത്തിൽ നിറങ്ങി വരുമെന്ന് പറയുമ്പോൾ തന്നെ പറയാതെ പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സ്വർഗാരോഹണമാണ്. അപ്പം മരിച്ചുപോയ യേശുവിനെ അല്ല നമ്മൾ സേവിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ്. ഇവിടുത്തെ കൊയർ പാടിയോന്ന് എനിക്കറിയില്ല. പാടിയിട്ടുണ്ടെങ്കിൽ പാടണം, പാടിയിട്ടുണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ നാളെയെങ്കിലും അത് പാടണം. ഉലകമഹാന്മാരും അഖിലരും ഒരുപോലെ എവിടെ കിടക്കുന്നു? കല്ലറയിൽ കിടക്കുമ്പോൾ കല്ലറ കാലിയാക്കി യോസഫിനെ തിരിച്ചു കൊടുത്തിട്ട് കയറിപ്പോയ ഒരുവനെ ഉള്ളത് എൻ്റെ യേശുവ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ പാടുന്നത്. യേശു കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് പറയുന്നത് എങ്ങനെ വരുന്നതെന്നും കൂടെ കേട്ടോണം. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നത് എൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. ഇതുവരെ നമ്മളെ കീഴ്പ്പെടുത്തിയ ദുഷ്ടശക്തിയെ മുഴുവനും കീഴ്പ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്താവ് വെളിപ്പെടുക തന്നെ ചെയ്യും. ഒരു മന്ത്രവാദിക്കും ജയിക്കാൻ പറ്റത്തില്ല, ഒരു കൺകെട്ട് വേലക്കാരന് ജയിക്കാൻ പറ്റത്തില്ല, ഒരധികാരസ്ഥന് നമ്മുടെ മീതെ അധികാരം ചെലുത്താൻ പറ്റില്ല. ഒരു വിധത്തിലുള്ള പോരുകൾക്ക് നമ്മളെ ജയിക്കാൻ കഴിയില്ല. കാരണം കർത്താവ് വരുന്നത് തൻ്റെ അധികാരത്തോടെയാണ്. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നത് തൻ്റെ വ്യാപാര ശക്തിയോട്. എന്തിനാ വരുന്നേ? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ. നമ്മുടെ ശരീരത്തിന് എന്തോ ഉണ്ട്? എത്ര പേർ സമ്മതിക്കുന്നു ശരീരത്തിന് താഴ്ചയുണ്ട്? താഴ്ചയുണ്ട്. ശരീരത്തിന് താഴ്ചയുണ്ട്. താഴ്ചയില്ലാതിരിക്കത്തില്ല. നമ്മുടെ ശരീരം താഴ്ചയുള്ളതായതുകൊണ്ട് ഇത് ശരീരത്തെ സൂക്ഷിച്ചു കൊണ്ട് നടന്നോണം. മുട്ടിയെ പൊട്ടുന്ന, താട്ടിയ പൊട്ടുന്നതായത് ഏതെങ്കിലുമൊക്കെ ആസ്വാദ്യതയുടെ മുമ്പിലൊക്കെ ഇതങ്ങ് വല്ലാതെയായിപ്പോകും. സങ്കീർത്തനം എഴുതിയ ദാവീദ് എന്നെ വിശുദ്ധനാന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഒറ്റ കിളിവാതിൽ തുറന്നു കിടന്നതിലൂടെ നോക്കിയപ്പോഴത്തേക്ക് സങ്കീർത്തനത്തിൻ്റെ സാഹിത്യം എല്ലാം കൂടെ തരികിട തിത്തയിന്ന് തഴപ്പോയത് അറിയാമല്ലോ. അതാ നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനത.
ഒരു മോള് മമ്മിയോട് പറഞ്ഞു, മമ്മി ഞാൻ ഇന്ന് ഉപവാസമാണേ, വൈകിട്ടേ കഴിക്കത്തുള്ളൂ. കണ്ണാടി കേൾക്കുന്നോ ഈ പറയുന്നത്? മമ്മി എപ്പോഴേ കഴിക്കത്തുള്ളൂ? വൈകിട്ടേ കഴിക്കുള്ളൂ. ഓക്കെ. മമ്മിക്ക് സന്തോഷമായി, കൊച്ചു ഉപവാസം എടുക്കാൻ തുടങ്ങി. ഓ എൻ്റെ മോളെ ദൈവം സന്ദർശിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു, സന്തോഷമായി. അപ്പോഴാ മമ്മി ഓർത്ത് 2 ദിവസത്തിന് മുമ്പേ വാങ്ങിച്ച 5-6 ചിക്കൻ കാല് ഫ്രിഡ്ജിനകത്തിരിക്കുമായിരുന്നു. അത് ഇനിയും വെച്ചാൽ ടേസ്റ്റ് മാറിപ്പോകുന്നുള്ളത് കൊണ്ട് കൊച്ചകത്തപ്പുറത്ത് പ്രാർത്ഥിക്കുകയല്ലേ, പുള്ളിക്കാരി അതെടുത്ത് പൊരിച്ചു. സൂപ്പറായിട്ട് ചിക്കൻ പൊരിയുന്ന മണം കൊച്ചിരുന്ന് ഉപവസിക്കുന്ന മുറിക്കകത്തോട്ട് വ്യാപരിച്ചു എന്നൊക്കെ ഉള്ളത് പെന്തക്കോസ് ഭാഷയായതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചിക്കൻ്റെ മണം മുറിക്കകത്തോട്ട് വ്യാപരിച്ചപ്പോൾ പ്രാർത്ഥന നിർത്തി പതിയെ എഴുന്നേറ്റ് വന്നു. അല്ലേ മമ്മി ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. വൈകിട്ട് ആയിരുന്നു കഴിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ചിക്കൻ്റെ വ്യാപാരം അങ്ങ് എന്നപ്പോൾ തീരുമാനം മാറ്റി. എന്തോന്നാ? ഉച്ചയ്ക്ക് കഴിക്കാമെന്ന്. ഇതാണ് നമ്മുടെ ശരീരം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ശരീരം. തീരുമാനം എത്ര വേഗമാണ് മാറുന്നതെന്നറിയാം. വിശന്ന് കഴിഞ്ഞാൽ മാറുക. പല വിധത്തിലുള്ള വിശപ്പ് കയറിയാൽ നമ്മുടെ ശരീരം വല്ലാതെ വികലമാവും. ആ വിശപ്പുകളെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന ഒരു ശരീരമാക്കിക്കോണം ആത്മശക്തിയാൽ. എന്നാൽ ഈ താഴ്ചയുള്ളതിനെ, സ്തോത്രം, ഈ താഴ്ചയുള്ളതിനെ കർത്താവ് മാറ്റിയിട്ട് തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും. അതാണ് കൊലോസ്യ ലേഖനം നൽകുന്ന ക്രിസ്തു പരിജ്ഞാനം. അപ്പോൾ ഫിലിപ്പിയ ലേഖനം നൽകുന്ന ക്രിസ്തു പരിജ്ഞാനം നമ്മെ വീണ്ടെടുക്കേണ്ടതിന് കർത്താവ് നമ്മെ പോലെയായി, എന്നിട്ട് നമുക്ക് തരാൻ പോകുന്ന ഭാഗ്യ പദവിയുടെ തെളിവായി ഉയർത്തെഴുന്നേറ്റു. അതാണ് എഫെസ്യ ലേഖനം നൽകുന്ന പരിജ്ഞാനം. കൊലോസ്യ ലേഖനം നൽകുന്ന പരിജ്ഞാനം എന്ന് പറയുന്നത് ആ ക്രിസ്തു നമ്മെ ചേർക്കാനായിട്ട് ഇനി വരാൻ പോവുക. വരുമ്പം നമ്മളെ ഈ പടി അങ്ങോട്ട് കൊണ്ടുപോവുകയല്ല, തൻ്റെ ശരീരത്തോട് നമ്മളെ അനുരൂപമാക്കുക. ഉപദേശത്തിൻ്റെ കനത്ത ഒരു നുറുങ്ങ് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ശ്രദ്ധിച്ച്, കർത്താവ് വന്ന് തൻ്റെ രൂപത്തോട് നമ്മളെ അനുരൂപമാക്കും. യൂത്തെല്ലാം ശ്രദ്ധിച്ചോണം നന്നായിട്ട്. തൻ്റെ രൂപത്തോട് നമ്മളെ അനുരൂപമാക്കും. അങ്ങനെയാണെങ്കിൽ ആരെ അനുരൂപമാക്കുന്നതെന്നറിയാമോ? കർത്താവ് വരുമ്പോൾ തൻ്റെ രൂപത്തോട് അനുരൂപമാക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ റോമാലേഖനം 12:2 കൊലോസ്യ ലേഖനം 3:4 ഫിലിപ്പിയ ലേഖനം 3:21 ലിങ്ക് ചെയ്യണം. ഫിലിപ്പർ 3:21 പറയുന്നത് വന്ന് തൻ്റെ രൂപത്തോട് അനുരൂപമാക്കും. റോമർ 12:2 പറയുന്നത് ഡു നോട്ട് ഫോളോ ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന് നമ്മൾ എന്തോ ചെയ്യരുത്, അനുരൂപമാകരുത്. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന കാലം അത്രയും ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിച്ചാൽ കർത്താവ് വന്ന് തൻ്റെ രൂപത്തോട് നമ്മളെ അനുരൂപമാക്കും. പെന്തക്കോസ്താണെന്നും പറഞ്ഞ് എങ്ങനെങ്കിലും ജീവിച്ചാൽ നീ കയറിപ്പോകത്തില്ലെന്നാണ് ഈ പറഞ്ഞ എൻ്റെ അർത്ഥം. വിശുദ്ധിക്കും വേർപാടിനും വിശ്വസ്തതയ്ക്കും വേണ്ടി നമ്മൾ കരുതലോടെ നിന്നാൽ കർത്താവ് വന്ന് തൻ്റെ രൂപത്തോട് നമ്മളെ അനുരൂപമാക്കും. ആ പ്രത്യാശയുള്ള എത്ര പേരുണ്ട് ഇന്ന് രാത്രിയിൽ? ചാടി എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ വേഗമൊന്ന് എഴുന്നേറ്റ് പുസ്തകമൊക്കെ മടക്കി വെച്ചിട്ട് വേഗമൊന്ന്